السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة. جزاك الله عنا يا سيدنا يا رسول الله. جزاك الله عنا يا سيدنا يا حبيب الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. هو الله الخالق البارئ المصور له الأسماء الحسنى. ادخلوا في السلم كافة. سيأتي زمان على أمتي يذهب فيه الخشوع. സുന്നി മുസ്ലിം ജുമാഅത്ത് പള്ളി, അതുപോലെ നസ്രത്തുൽ ഇസ്ലാം അസോസിയേഷൻ കോയനാട്, ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ 24ാം സ്വലാത്ത് വാർഷികവും 2 ദിവസത്തെ പ്രഭാഷണ പരിപാടി, ഇന്നലെ കഴിഞ്ഞുപോയ പരിപാടി അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇവിടെ സ്വാഗതവും അർത്ഥവത്തായ നസീഹത്തും നല്ല ശൈലിയിൽ അവതരിപ്പിച്ച അഭിയന്നരായ പ്രഗത്ഭ പണ്ഡിതൻ KH മുഹമ്മദ് അഷ്റഫി ഉസ്താദ് അവരുകൾ ഈ നാട്ടിൻ്റെ ദീനി കാര്യങ്ങളിൽ എല്ലാ മേഖലകളിലും കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് നയിക്കുന്ന സൽസ്വഭാവത്തിൻ്റെ ഉടമ അഭിയന്നരായ അഷ്റഫി ഉസ്താദ് അല്ലാഹു തആല ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. അഭിയന്നരായ സദർ ഉസ്താദ് ഹംസ സാദി ഉസ്താദ് അവരുകൾ, അധ്യക്ഷത വഹിക്കുന്ന ജനാബ് അബ്ദുർ റസാഖ് അവരുകൾ ജമാഅത്തിൻ്റെ പ്രസിഡന്റാണ്. അല്ലാഹുവെ ആഫിയത്തുള്ള ദീർഘായുസും നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. സ്വലാത്തിനും ദുആക്കൊക്കെ നേതൃത്വം നൽകുന്ന അഹ്ലു ബൈത്തിലെ കണ്ണി അസീദ് ഫസൽ സീജി കോയ അൽ ഹൈദറൂസി തങ്ങളവരുകൾ, അല്ലാഹു തആല സയ്യിദ് അവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ അഭിയന്നരായ ജമാലുദ്ദീൻ അമാനി ഉസ്താദ് അവരുകൾ, അലവിക്കുട്ടി ഹാജി, പ്രിയങ്കരനായ താജ് മുഹമ്മദ് സമ്പാജ്, അതുപോലെ ഹാജി മൊയ്തീൻ കുഞ്ഞി, അബ്ദുറഹ്മാൻ, റഫീഖ്, അഷ്റഫ്, ഹസൈന, റസീദ്, അലവി, ഉമർ, നാസിർ, ഷൗക്കത്ത്, അതുപോലെ ഇവിടെ
അഭിനന്ദരായ ജലീൽ സഖാഫി അബ്ദുൽ ജലീൽ സഖാഫി ഉസ്താദ് അവരുകൾ ഇന്നലത്തെ ഗസ്റ്റിലാണ് മുമ്പ് കാണുന്നവന് വായിക്കാൻ വിട്ട ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് അവരുകൾ, മറ്റുള്ള ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, നുസ്രത്തുൽ ഇസ്ലാമിൻ്റെ ഭാരവാഹികൾ, അതുപോലെ ഇവിടെയുള്ള മറ്റുള്ള ഇവിടുത്തെ ഉസ്താദന്മാർ, നേതാക്കന്മാർ, ഉമറാക്കൾ, ഉലമാക്കൾ, എല്ലാവരും, പിഞ്ചുപൈതങ്ങൾ, ഉമ്മവെങ്ങന്മാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബ് തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ സ്വലാത്തിൻ്റെ വാർഷികത്തിൽ ഒരുമിച്ച് കൂടിയ നമുക്ക് ഹബീബ് തങ്ങളുടെ തിരുകല്യാണത്തിൽ സ്വർഗത്തിൽ ഒത്തുകൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സദസ്സിലേക്ക് ഷീന് കുറച്ച് കൂട്ടിയെങ്കിൽ എനിക്ക് നല്ലത്. സദസ്സിലേക്ക് ആർക്കും ബുദ്ധിമുട്ടാവാത്ത പോലെ നിൽക്കാം. മുമ്പിൽ കുറച്ച് മനുഷ്യന്മാർ വന്നിരുന്നാൽ, മുഅ്മിനീങ്ങൾ കയറിയിരുന്നാൽ നല്ലതായിരിക്കും. ബാക്ക് ചെറിയ കുട്ടികൾ കണ്ട മുന്നിൽ കയറിയിരുന്നിട്ട്, അൽഹംദുലില്ലാഹ്, നല്ല മനുഷ്യന്മാർ, നല്ല അനുസരണയുള്ള മുഅ്മിനീങ്ങൾ, നല്ല മജ്ലിസ്, നല്ല റാഹത്ത്. റക്അത്ത് നിസ്കരിക്കുമ്പോൾ നല്ല ഒരു ചുറ്റുവശം ഒക്കെ ഒരു തുമഅനീനത്തുള്ള ഒരു നല്ല റാഹത്തുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം. അല്ലാഹു തആല ഒരുപാട് നന്മകൾ ചെയ്യാനും ഈമാനോടെ മരിക്കാനും റബ്ബ് തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഈ നാട്ടിലേക്ക് ആദ്യമായിട്ടാണ്, നമ്മുടെ അടുത്ത് കള്ളുകുണ്ടിയിലേക്കൊക്കെ 4 തവണ വന്നിട്ടുണ്ട്. ഇവിടെ ഈ സ്ഥലം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അല്ലാഹു തആല ആദ്യം കാണുന്നവർ, അവസാനം കാണുന്നവർ, നമുക്കെല്ലാവർക്കും അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഹബീബ് തങ്ങളെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. സ്വലാത്തിൻ്റെ അഹ്ലുകാരായി ഞങ്ങളെ നീ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കണം അല്ലാഹ്. സ്വലാത്തും സ്വലാത്തിൻ്റെ വാർഷികവും അതുമായി ബന്ധപ്പെട്ടതും എല്ലാം ഹബീബ് തങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുമിച്ച് കൂടലുകളെല്ലാം ഖൈറും മിമ്മാ യജ്മഊൻ, ഒരുമിച്ച് കൂടാൻ പറ്റിയ എല്ലാത്തിനേക്കാളും ഖൈറായ ഒത്തുകൂടലാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി, അവിടുത്തെ സ്വലാത്തിന് വേണ്ടി, അവിടുത്തെ ജന്മദിനത്തിന് വേണ്ടി, സ്വലാത്തിന്റെ വാർഷികത്തിന് വേണ്ടി, അങ്ങനെ തുടങ്ങി റഹ്മത്തുല്ലിൽ ആലമീനായ റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഖൈറായ ഒരു അമലാണ്. അതിൻ്റെ ബഹുമാനം മനസ്സിലാക്കാനും ഭാഗ്യം കരസ്ഥമാക്കാനും അല്ലാഹുവേ നീ തൗഫീക്ക് നൽകണം അല്ലാഹ്. ആഖിർ സമാനിലെ മുസ്ലിമീങ്ങളാണ് നാം. ഉമ്മത്തികളിൽ ശ്രേഷ്ഠരായ ഉമ്മത്തികൾ, ലോക നേതാവിൻ്റെ ഉമ്മത്തികളായ അവസാന കാലഘട്ടത്തിലെയും ആദ്യ കാലഘട്ടത്തിലെയും ഉമ്മത്തികളാണ്. ഹബീബ് തങ്ങളുടെ ഉമ്മത്തിയാകാൻ കൊതിച്ച അംബിയാ മുർസലീങ്ങളടക്കം ഉണ്ട്. ഇസ്ലാം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ, ആ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിം, ആ മുസ്ലിമിന്റെ പ്രവർത്തനം, വാക്ക്, പോക്ക് വരവുകൾ, സംസാരം, ഉറക്കം, നടത്തം, ഇടപാട്, കച്ചവടം, കാര്യം, കല്യാണവും മരണവും ജനനവും എല്ലാം പടച്ചു പരിപാലിക്കുന്ന അള്ളാഹു ഒരുവനുണ്ട്. ആ ഉടമക്ക് ഇഷ്ടപ്പെടുന്ന പോലെയാകണം അടിമയുടെ ജീവിതം. പടച്ച റബ്ബ് എന്തിനാണോ പടച്ചത് ആ ഒരു ഓർമ്മ ഉണ്ടാവുകയും അത് ഓർത്തുകൊണ്ടുള്ള ജീവിതം നയിക്കുകയും വേണം. നമുക്ക് നബിയായി അയക്കപ്പെട്ട റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികളിൽ നിന്ന് എന്താണോ ഇഷ്ടപ്പെടുന്നത്, ഹബീബ് തങ്ങളുടെ ഇഷ്ടം ആകണം നമ്മുടെ ഇഷ്ടം. ഹബീബ് തങ്ങൾ വെറുത്തതാകണം നമ്മൾ വെറുക്കേണ്ടത്. അള്ളാഹുവിന് വേണ്ടിയാകണം എല്ലാം ചെയ്യേണ്ടത്. സ്നേഹം വരെ അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലാകണം സ്നേഹവും വെറുപ്പും എല്ലാം ആകാം. സ്നേഹത്തിന് സ്നേഹമാകാം അള്ളാഹു പൊരുത്തപ്പെടുന്ന സ്നേഹം. ഖാലിഖായ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാകണം മുസ്ലിം. റളീനാ ബില്ലാഹി റബ്ബാ, അള്ളാഹുവെ നിന്നെ റബ്ബായിട്ട് ഞങ്ങൾ പൊരുത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് വെറും നാവ് കൊണ്ടുള്ള പറച്ചിലാകരുത്. അള്ളാഹുവിനെ റബ്ബായി പൊരുത്തപ്പെട്ടാൽ പിന്നെ റബ്ബിന്റെ കൽപ്പനകൾ അവന് പ്രയാസമല്ല.
അള്ളാഹു നിർബന്ധമാക്കിയതൊന്നും അവന് പ്രയാസമല്ല. അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവന് പ്രയാസമല്ല. കാരണം പടച്ചു പരിപാലിക്കുന്ന റബ്ബിനെ അള്ളാഹുവായിട്ട് അവൻ പൊരുത്തപ്പെട്ടവനാണ്. വബിൽ ഇസ്ലാമി ദീനാ, പല മതങ്ങളുണ്ടെങ്കിലും ഇസ്ലാമിനെ ദീനായി പൊരുത്തപ്പെട്ടവനാണ്. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അവന് സന്തോഷമാണ്. ഇസ്ലാമിന്റെ കൽപ്പനകൾ അവന് ആനന്ദമാണ്. ഇസ്ലാമിന്റെ വിലക്കുകൾ അവന്റെ ജീവിതത്തിന് വെറുപ്പാണ്. ദീനെന്ന് പറയുന്നുവോ അതാണ് അവന്റെ വീട്ടിലെ, കച്ചവടത്തിലെ, ജീവിതത്തിലെ, ആരോഗ്യത്തിലെ, അനാരോഗ്യത്തിലെ, സമ്പത്തിലെ, ദാരിദ്ര്യത്തിലെ, വിഷമത്തിലെ, സന്തോഷത്തിലെ എല്ലാ പ്രതിസന്ധികളും സന്തോഷവേളകളും കടന്നു പോകുന്നത് വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമാകണം അവന്റെ സകലവും. അവൻ മുസ്ലിമായിട്ടവൻ അള്ളാഹുവിന്റെ ദീന് കൊള്ള പൊരുത്തപ്പെട്ടവനായാൽ അവന്റെ കുടുംബവും അവന്റെ ഇടപാടും അവന്റെ യാത്രകളും അവന്റെ പോക്കുകളും അവന്റെ സകലമായ കാര്യങ്ങളും മുസ്ലിമായിട്ട് ഇസ്ലാം മതം വിശ്വസിച്ചവരല്ലേ. അങ്ങനെയായിട്ട് വബി മുഹമ്മദിൻ നബിയ്യം വറസൂലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി ഒരു നബിയായിട്ടും റസൂലായിട്ടും മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ പോരാ, ലോകനേതാവിനെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമെല്ലാം ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധ്യമുള്ളവരാകണം. എല്ലാം ഹബീബ് തങ്ങൾ നോക്കിക്കാണുന്നുണ്ട്, എല്ലാം ഹബീബ് തങ്ങൾ അറിയുന്നുണ്ട്, എല്ലാം ഹബീബ് തങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്. പലതും അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടക്കേടാകുന്നുണ്ട്. ഏതാണോ ഇഷ്ടം, ഏതാണോ ഹബീബ് തങ്ങൾക്ക് അനിഷ്ടം, ഇതറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തികളാകണം നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ വേണ്ടത്. ഒരു മുസ്ലിമാകണം, അത്രയേ ഉള്ളൂ. പേരുകൊണ്ടല്ല, വേഷവിധാനം കൊണ്ടല്ല, വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടല്ല, വിശ്വാസം കൊണ്ടും ആ വിശ്വാസം മൂലമുണ്ടാകുന്ന സകലതും കൊണ്ടും. ആദ്യം ഒരാൾ മുഅ്മിനാകണം. ഈമാനിന്റെ വഴി പഴിച്ചു പോകരുത്. ഇസ്ലാമിൽ റബ്ബ് തആല അഫൂ ചെയ്തേക്കാം, ഈമാനിൽ അഫൂ ഇല്ല. ഈമാൻ നഷ്ടപ്പെട്ടവർക്ക് പടച്ച റബ്ബിന്റെ വക്കലിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ല. ഇസ്ലാമിലോ ഈമാനുള്ളവന്റെ ഇസ്ലാമിൽ വല്ല പാകപ്പിഴവുകളും വന്നുപോയാൽ ഖാലിക്കായ റബ്ബ് അഫു ചെയ്യുന്നു. ഉസ്താദ് ഇവിടെ പറഞ്ഞില്ലേ, കോടാനുകോടി ദോഷങ്ങളെ അള്ളാഹു മാപ്പ് ചെയ്യുന്ന മാസമാണ്, ദിവസങ്ങളാണ്, രാത്രികളാണ്, പകലുകളാണ്. അതുകൊണ്ട് ആദ്യവും അവസാനവും പറയാനുള്ളത് നമ്മൾ മുസ്ലിമാകണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നമ്മൾ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് കടന്നു വരണം. എനിക്ക് ഇസ്ലാമിനെ ഇഷ്ടമാണ്, എനിക്ക് മുസൽമാന്റെ വെറുപ്പാണെന്ന് പറഞ്ഞ ആധുനികതയുടെ പല ചിന്തകന്മാരുമുണ്ട്, പല ബുദ്ധിജീവികളും ഉണ്ട്. എനിക്ക് ഇസ്ലാം ഇഷ്ടമാണ്, ഇസ്ലാമിന്റെ തത്വങ്ങൾ ഇഷ്ടമാണ്, ഇസ്ലാമിന്റെ ആദർശങ്ങൾ ഇഷ്ടമാണ്. പക്ഷേ എനിക്കിന്നിവിടെ മുസൽമാനെ ഇഷ്ടമില്ല. കാരണം ഇവിടെ മുസ്ലിമില്ല, ഇസ്ലാം പറയുന്ന മുസ്ലിം ഇന്നിവിടെ ഇല്ല എന്ന് പറഞ്ഞ ബുദ്ധിജീവികളുണ്ട്. നമ്മളാരും അങ്ങനെയാവരുത്. നമ്മൾ മുസ്ലിമാവുക. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും മരണം വരെ നമ്മൾ മുസ്ലിമാവുക. ഓരോന്ന് ചെയ്യുമ്പോഴും ആലോചിക്കുക, ഇത് മുസ്ലിമിന് പറഞ്ഞ പണിയാണോ? ഓരോ വേഷവിധാനവും, കല്യാണവും, ജനനവും, മരണവും, എല്ലാ സകല കാര്യങ്ങളും, ഇടപാടും, കച്ചവടവും, ഭക്ഷണവും, നമ്മുടെ സകലവും ഇത് മുസൽമാന് യോജിച്ച പണിയാണോ, പ്രവൃത്തിയാണോ എന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ജീവൻ തന്ന റബ്ബുണ്ട്, ആ റബ്ബിന്റെ മതമാണ് ഇസ്ലാം. ആ റബ്ബിനോട് നമുക്ക് സ്നേഹം വേണം, അല്ലാഹുവോട് നമുക്ക് ഇഷ്ടം വേണം, ഖാലിക്കായ റബ്ബിനോട് നമുക്ക് ഇഷ്ടം വേണം. അവനാണ് ജീവൻ തന്നവൻ, അവനാണ് നമുക്ക് ആരോഗ്യം തന്നവൻ, അവനാണ് സമ്പത്ത് തന്നവൻ. ഹുവൽ മുഅ്തി ഹുവൽ മാനി, എല്ലാം തന്നവനും തരുന്നവനും തടയുന്നവനും ഒക്കെ അവനാണ്. ആ റബ്ബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ നമ്മളായാൽ, അല്ലാഹുവിന് ശുക്റുള്ളവരായിട്ട് നമ്മൾ ജീവിക്കുന്നവരായാൽ, ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ് ശുക്ർ.
ശുക്ർ ചെയ്താൽ അസീദന്നക്കും, നിങ്ങൾക്ക് എല്ലാം ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞത് അല്ലാഹു തആലയാണ്. നന്ദിയുണ്ടാകണം ജീവൻ തന്ന റബ്ബിനോട്, കൈകാലുകൾ തന്ന റബ്ബിനോട്, ഭാര്യയെ തന്ന റബ്ബിനോട്, മക്കളെ തന്ന റബ്ബിനോട്, കുടുംബം തന്ന റബ്ബിനോട്, വീട് തന്ന റബ്ബിനോട്, വാഹനം തന്ന റബ്ബിനോട്, എല്ലാത്തിനേക്കാളും വലിയതായ ഹിദായത്ത് തന്ന റബ്ബിനോട്. ഇതെല്ലാം നമുക്ക് തള്ളിക്കളയാം. പക്ഷേ അൽ ഹിദായത്തു അംറും മിൻ ലദൈഹി, അല്ലാഹുവിന്റെ വലിയ ഗിഫ്റ്റാണ്, സമ്മാനമാണ് ഹിദായത്ത്. എത്രയോ കാരുണ്യം അല്ലാഹു പലർക്കും കൊടുത്തിട്ടുണ്ട്, സമ്പത്ത് പലർക്കും കൊടുത്തിട്ടുണ്ട്, അല്ലാഹനെ ധിക്കരിച്ചവർക്ക് പോലും ആരോഗ്യം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിലും അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുന്ന ഒന്നാണ് ഹിദായത്ത്. ആ ഹിദായത്ത് അല്ലാഹു തആല തന്നതിന് എത്ര ശുക്ർ ചെയ്താൽ മതിയോ? നമ്മൾ മുസ്ലിമായി, ഉമ്മ മുസ്ലിമായി, ഉപ്പ മുസ്ലിമായി, നമ്മളൊക്കെ ഇസ്ലാമിന്റെ വഴിയിലായി. അൽഹംദുലില്ലാഹ്, മരിക്കോളം മുസ്ലിമായി ജീവിച്ച് മുഅ്മിനായി മരിക്കണമെന്ന് കൊതിക്കണം, ദുആ ചെയ്യണം. നല്ല നല്ല ആളുകൾ പോലും നമ്മളൊക്കെ കൂടുതൽ വിശ്വാസമാണ്, കൂടുതൽ ധൈര്യമാണ്. ധൈര്യം വേണ്ടെന്നല്ല, ബൈനൽ ഖൗഫി വർ റജാ. ഈമാൻ ധൈര്യത്തിന്റെയും പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും മധ്യത്തിലാണ് ഈമാൻ. എന്തല്ലോ ഉള്ള പേടിയല്ല ഈമാൻ, എന്തല്ലോ ഉള്ള ധൈര്യമല്ല, ഉറപ്പല്ല, വിശ്വാസമല്ല. അള്ളാഹുവിനെ പേടിയും വേണം, അള്ളാഹുവിൽ പ്രതീക്ഷയും വേണം. ഈ രണ്ടും ഒത്തുകൂടുമ്പോഴാണ് ഈമാൻ ഉണ്ടാവുക. അള്ളാഹുവിന്റെ ലക്ഷക്കണക്കിന് അംബിയാ മുർസലീങ്ങൾ ദുആ ചെയ്തത് തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. ആരാണ്? അല്ലാഹു തആല സെലക്ട് ചെയ്ത അംബിയാ മുർസലീങ്ങൾ. അവരുടെ ദുആയാണ് തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. മരിക്കുന്ന നേരം ഈമാനോടെ മുസ്ലിമായി മുഅ്മിനായി മരിപ്പിക്കണം അല്ലാ. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂട്ടണേ അല്ലാ എന്ന് കൽബ് പൊട്ടിയിട്ട് ദുആ ചെയ്തവരാണ് അംബിയാ മുർസലീങ്ങൾ. നമ്മൾ മരിക്കുന്ന ബറാഅത്തിന്റെ യാസീൻ ഓതുമ്പോ ഈമാനോടെയുള്ള മരണത്തിനും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും വേണ്ടിയൊക്കെ യാസീൻ ഓതുമ്പോഴും അല്ലാത്തപ്പോഴും ഈമാനിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കണം. എല്ലാം ഉസ്താദ് ഇവിടെ പറഞ്ഞു, അല്ല ദുആഉ സിലാഹുൽ മുഅ്മിൻ. ദുആയാണ് നമ്മുടെ എല്ലാം ആയുധം, ദുആയാണ്. ലോക മുസ്ലിമീങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിനുള്ള ഏറ്റവും വലിയ പരിഹാരം ദുആയാണ്. ഒന്നിനെ കൊണ്ടും സാധ്യമല്ല, ഏത് കാര്യങ്ങളെ കൊണ്ടും അല്ലാഹു കൊടുത്താലല്ലാതെ ഇവിടെ ഒന്നിനെയും ഒന്നും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. ധാരാളം മനസ്സറിഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. പടച്ച റബ്ബിനെ മറന്ന കളി മുസ്ലിമാണെന്ന് പറയുന്നവരിലൂടെ പേക്കൂത്തുകൾ, വേണ്ടാത്തരങ്ങൾ, അനാചാരങ്ങൾ, ഹറാമുകൾ കൊട്ടിഘോഷിക്കുന്ന ഇടയിലാണ് പല മുസീബത്തുകളും വരുന്നത്. സുൽത്താൻമാർ നമുക്കെതിരെ തിരിയുന്നത്, നാട് ഭരിക്കുന്നവർ നമുക്കെതിരെ തിരിയുന്നത്. നമ്മളോ അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഈമാൻ ഉണ്ടെങ്കിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല. മുസ്ലിമാണോ മുഅ്മിനാണോ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല, ഒരാളെയും പേടിച്ച് ജീവിക്കേണ്ടവരല്ല, ഒരാളുടെയും മുന്നിൽ മുട്ടുമടക്കേണ്ടവരല്ല. ഒരാളെ കൊണ്ടും നമ്മെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ലാഹു അവരെ പിടികൂടുക തന്നെ ചെയ്യും. നമ്മളിൽ എന്ത് വേണം? ഈമാനാകുന്ന ആയുധം. ഈമാനിന്റെ അത്രയും വലിയ ആയുധം മറ്റൊന്നില്ല. ഈമാനാണ് ദുനിയാവിലെയും ആഖിറത്തിലെയും രക്ഷ. ഈമാനോട്, ഇസ്ലാമിൽ അടിയുറച്ച ആ ഒരു വിശ്വാസവും ആ ഒരു പ്രവൃത്തിയും, ആ ഈമാനും ഇസ്ലാമും നമ്മളിലുണ്ടെങ്കിൽ നമ്മെ യാതൊരു വിധത്തിലും പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും ഒരിടത്തും സാധ്യമല്ല, എവിടെയും സാധ്യമല്ല. എവിടെ ആര് എന്ത് ഭരിച്ചാലും റബ്ബ് തആല എല്ലാവരെയും പടച്ചു പരിപാലിക്കുന്ന റബ്ബ് തആല. കണ്ണിൽ കാണാത്തൊരു വൈറസ് പേടിച്ച് വരണ്ടോടിയില്ലേ സകലം ആളുകളും? ഭരണാധികാരികളും പേടിച്ചില്ലേ? എല്ലാവരും പേടിച്ച് വറച്ചു പോയില്ലേ? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ ചെറിയ ചെറിയ ജീവികളെ കൊണ്ട് ശിക്ഷിക്കപ്പെട്ട് മരിച്ചുപോയി ചത്തുപോയവരില്ലേ? അവരുടെ ചരിത്രങ്ങൾ ഖുർആൻ പറയുന്നില്ലേ? പശുക്കളെ കൊണ്ട് നശിപ്പിക്കപ്പെട്ട വർഗങ്ങളില്ലേ?
അങ്ങനെ പല ജാതി മണ്ണ് വിഴുങ്ങിയിട്ട് ഭൂമി വിഴുങ്ങിയിട്ട് ഇവിടെ നിന്ന് അടഞ്ഞു പോയവരില്ലയോ? അള്ളാഹുവിനോട് ഏറ്റുമുട്ടാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, മുസ്ലിം എപ്പോഴാണ് മുസ്ലിമാകുന്നത്? നാമധാരി മുസ്ലിമീങ്ങൾ എപ്പോഴാണ് മഹാന്മാർ സ്വീകരിച്ചു വന്ന വഴിയിൽ വിശ്വാസവും പ്രവൃത്തിയും കൊണ്ടു നടക്കുന്നത്? ആ കാലഘട്ടം വന്നാൽ പേടിക്കേണ്ടതില്ല. ഇവിടെ മഹദിമാം വരാനുണ്ട്, ഈസാ നബി ഇറങ്ങാനുണ്ട്, മുസ്ലിം ഉമ്മത്തിന് വിജയം കിട്ടാനുണ്ട്, സകലമിടത്തും നീതി കിട്ടുന്നൊരു ദിവസം വരാനുണ്ട്, നീതി നടപ്പാക്കുന്നൊരു ദിവസം ഖിയാമത്തിന് മുമ്പ് വരാനുണ്ട്, മുസ്ലിം ഉമ്മത്തിനൊരു നേതാവ് വരാനുണ്ട്. ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തിയായിട്ട് ഇവിടെ വാഴാനുണ്ട്. ലോകത്തെല്ലാവർക്കും മതമുള്ളവനും ഇല്ലാത്തവനും ശാന്തിയും സമാധാനവും വിതക്കുന്നൊരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് നമ്മളാരും ആരെയും പേടിച്ചു ജീവിക്കേണ്ടവരല്ല, ആരെയും അടിമപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. നമ്മൾ എന്താകണം? നമ്മൾ പോകുന്ന വഴി തെറ്റിപ്പോകരുത്. ഇന്നഹാറാ സിറാത്തീ മുസ്തഖീമാ, ഈ മുസ്തഖീമായ വഴിയിൽ ആ വഴി വിട്ട് സഞ്ചാരം നമ്മളുടേത് പഴവാൻ, അപകടമാണ്, ബുദ്ധിമുട്ടാണ്, ഇടങ്ങേറാണ്. മുസ്ലിമായ നമ്മൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല, ഖാലിഖായ റബ്ബ് തആല, പടച്ചു പരിപാലിക്കുന്ന അല്ലാഹു തആല എത്രയെത്ര നിഅമത്തുകളാണ്. ഈ നിഅമത്തുകളൊക്കെ എണ്ണിയാൽ തീർക്കാൻ സാധ്യമല്ലെന്ന്. നമ്മുടെ കണ്ണിൽ മാത്രം 200 മില്യൺ സെല്ലുകളാണ്, തലച്ചോറിൽ 1,00,000 മില്യൺ കോശങ്ങളാണ്, 80,000 ലിറ്റർ പമ്പ് ചെയ്യാനുള്ള സംവിധാനം, രക്തം വൃത്തിയാക്കാനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആമാശയത്തിൽ 1000 മില്യൺ കോശങ്ങളുണ്ട്. നമ്മുടെ ബ്ലാഡറിൽ, ആമാശയത്തിൽ ഇറച്ചി തിന്നാൽ, പച്ചക്കറി തിന്നാൽ എല്ലാം ദഹിപ്പിക്കുന്ന ആമാശയത്തിൽ 1000 മില്യൺ കോശങ്ങളുണ്ട്. ചെവിയിൽ 30,000 മില്യൺ സെല്ലുകളാണ്. ഒരു മനുഷ്യന്റെ നിയന്ത്രണമുള്ളത് ചെവിയിലാണ്. ചെവിയിലാണ് ഒരു മനുഷ്യന്റെ ബാലൻസ് ഉള്ളത്, അല്ലേ? ചെവിക്കുറ്റിക്ക് ഒരു അടി കൊടുത്താൽ ആള് നിയന്ത്രണം വിട്ട് വീഴുന്നു. ഒരാളുടെ ചെവിയിലാണ് ആ മനുഷ്യന്റെ നിയന്ത്രണമുള്ളത്. നമ്മ നേരെ നടത്തുന്നത്, നമ്മുടെ ബാലൻസ് മുഴുവനുമുള്ളത് ചെവിയിലാണ്. അതുകൊണ്ട് എന്താ ചെയ്ത് കുറച്ച് ഇനി കൂട്ടാൻ പറ്റുമോ? ചെവിക്ക് ഇട്ട് തിരിക്കുക, അല്ലെ? കുളിച്ചു വന്ന് ബഡ്സ് ഇട്ട് തിരിക്കുക, അല്ലെ? ചെവിയിൽ ഈ ഭാഗത്തില്ല. നിങ്ങക്ക് മനസ്സിലാവുന്നല്ലേ കോയനാടിനവർക്ക്? നമ്മളെ ഭാഷ ലാംഗ്വേജ് പ്രശ്നമുണ്ടാ? ഇല്ലല്ലേ? നക്കണിക്കല്ലേ ഇതന്നല്ലേ നോർമല്? ചെവിക്കിട്ട് തിരിക്കരുതാണ്. ചില ആൾക്കാരില്ല ഒരു ആദത്ത്, ഇടക്കിടക്ക് ഇങ്ങനെ ഇട്ട് ചെവിക്കിട്ടിട്ട് ഇങ്ങനെ കടകടകടകടകടാന്ന് അടിച്ചപ്പ് കിട്ടുന്ന സുഖം. ഇടയ്ക്ക് ഒരാളോട് ഏറ്റവും സുഖമുള്ള പരിപാടി, അയാൾ പറയും ചെവിക്ക് ബഡ്സ് ഇട്ടിങ്ങനെ ഇട്ട് കുളിച്ചിട്ട് വന്നിട്ട് ഇട്ട് തിരിക്കുമ്പോഴുള്ള ആ ഒരു സുഖം സൂക്ഷിക്കണം. ചെവിയുടെ ബാലൻസ് ഒക്കെ തെറ്റിയാ വലിയ പ്രയാസാണ്. അങ്ങനെ ഇട്ട് തിരിക്കരുത് എന്നുള്ളതാണ്. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ അതൊരു ഹാബിറ്റായിട്ട്, പഴയകാല വയസ്സന്മാർക്കെല്ലാം അതിന് കോയിന്റെ ചൂയി എടുത്തിട്ട് ചെവിക്കിട്ട് തിരിക്കല്, അല്ലെ? ഇപ്പം പിന്നെ ബഡ്സ് കാര്യങ്ങളൊക്കെ വന്നത് മുതല് കിട്ടിയതിട്ട് തിരിക്കുക, അല്ലെ? ഒന്നും കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാ, പെണ്ണിന്റെ കഡ്ഡി അങ്ങ് എടുത്തിട്ട് തിരിച്ചെങ്കിലേ കുറച്ചൊരു സമാധാനം, അല്ലെ? ഒന്നും കിട്ടിയില്ലെങ്കിൽ പൈസാന്റെ നോട്ടെല്ലാം മടക്കിയിട്ട് ചിരിക്കുന്ന കാണാം. സൂക്ഷിക്കണം, നല്ലതല്ല. ചില ആള് ചെവിക്ക് നോട്ടിട്ട് തിരിക്കുന്ന അതിന്റെ കിട്ടിയതെല്ലാം എടുത്തിട്ട് സൈഡിലൊട്ടിക്കുന്നത്, ഇങ്ങനെ പള്ളിയില, മിമ്പറില, മീറാബിന്റെ ഫില്ലറിന്റെ കുന്തത്തില, അതെല്ലാം ഇട്ട് കഴിഞ്ഞ് രണ്ടാമത് കുറച്ചു നേരം അതിനെന്നെ രണ്ടാമത് പല്ലിലേക്ക് ഇട്ടിട്ട് വലിച്ചു, അല്ലെ? എന്ത് രസം! അതും ഇതിലൊക്കെ കൂടുമ്പോഴൊരു പുളിയും ഒരു, അല്ലെ? അങ്ങനെയുള്ള ഈ നമ്മുടെ ഈ സ്വഭാവ മഹിമ വിളിച്ചോതുന്നുള്ളതാണ് ചില മോശപ്പെട്ട പ്രവൃത്തികൾ, അല്ലെ? വേറൊരാള് ഭക്ഷണം കഴിക്കുമ്പോ ഇപ്പുറം ഇരുന്ന ആള് ഓന്റെ പല്ലിൽ കുടുങ്ങിയ ഇറച്ചി എടുക്കാൻ വേണ്ടിയിട്ട് വായല നല്ല ആക്കിയിട്ട് അപ്പുറമുള്ള ആളുകൾക്ക് ശക്ക് തോന്നുന്ന രൂപത്തില്, അല്ലേ? മറ്റൊരാള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പുറം പോയിട്ട് ബേസിനിൽ പോയിട്ട് മൂക്ക് ചീന്തുക, വായിൽ കഴിട്ട് കൊളകൊളകൊളകൊളകൊളകൊള അപ്പൊ അപ്പുറത്തെ വെയിച്ചോണ്ടായി ഓനി ബയ്യക്ക് വന്ന് വെയിച്ച് തേച്ചു ഓനി, അല്ലേ? ചില ആൾ അങ്ങനെയുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോ എന്തല്ലോ പറയാ. പണ്ടാ ലൂസ് മോഷൻ ആയപ്പോണ്ടല്ലോ യാമാതിരി ഒരു പോക്ക് പോയിന്, എമ്മാതിരി പോക്ക് ലൈസൻസ് ഇല്ല. ഇങ്ങനെയുള്ള നമ്മുടെ സംവിധാനവും നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലുള്ള വർത്തമാനം പറയരുതെന്നുള്ളതാണ്. ആളുകളെ ഭക്ഷണം മുടക്കുക മന്നാഉൽ ഖൈറിൽ പെടുന്നാണ് ഇതൊക്കെ.
അവന്റെ ഭക്ഷണം മുടക്കി അല്ലെ, മുടിയില്ലെങ്കിൽ ചില ആൾ മെല്ലെ ബജിരി താഴെ കിട്ടവലാക്കുന്ന എന്തിനി മറ്റേ ബീഫ് വറുത്തത് കുറച്ചുള്ളത് ഇളക്കിയിട്ട് പോയെങ്കിൽ ഒറ്റക്ക് തിന്നാലോ. ഈ രൂപത്തില് ഒരാളുടെ ഭക്ഷണം മുടക്കുക, ഒരാളുടെ മനസ്സിന് അസമാധാനം ഉണ്ടാക്കുക, ഒരാൾക്ക് വിഷമുണ്ടാക്കുന്ന പ്രവൃത്തികൾ, വാക്കുകൾ, ചിന്തകൾ, നോട്ടങ്ങൾ പോലും ഖൈറിന് തടയുന്നവനിക്കുള്ള കുറ്റം അവന് കിട്ടുന്നുള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചെവിക്ക് ഇട്ട് തിരിക്കുന്നത്, വുളൂ ചെയ്യുമ്പോൾ മൂക്ക് വൃത്തിയാക്കണം. അതിന്റെ കുറവാണ് പള്ളിയിൽ ചില ആൾ വന്നിട്ട് കുത്തുപോതുമ്പോ നിസ്കരിക്കുമ്പോ എല്ലാം കാണാൻ ഇട്ടിട്ടിട്ട് ഇങ്ങനെ മൂക്കിൽ കൈയിട്ടിട്ട് ഉരുട്ടിയിട്ട് പള്ളിയിലെ ഉണ്ടാക്കിയിട്ട് എറിയുന്നത് അല്ലെ. പള്ളിന്റെ ഉള്ളിൽ നല്ല വൃത്തിയാക്കിയിട്ട് മതിലുസ്താദ് അതെല്ലാം വൃത്തിയാക്കിയിട്ട് പോയെങ്കിലും പിറ്റേ പറക്കുമ്പെല്ലാം കിട്ടുന്നു. കുറെ ശ്രദ്ധിക്കണം എന്നാണ്. അള്ളാഹുവിന്റെ ഭവനം പള്ളി, ആ പള്ളിയിൽ മോശങ്ങളൊന്നും ഇടാതെ കാത്തു സൂക്ഷിക്കണം. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാവിൻ തുമ്പത്ത് മാത്രം, നാവിന്റെ മുകളിൽ മാത്രം 9000 സെല്ലുകളുണ്ട്. ടേസ്റ്റ് അറിയാൻ, രുചി അറിയാൻ. ഇതൊക്കെ ഇത്രയും മില്യൺ കോശങ്ങളിൽ നിന്ന് നശിച്ചു പോകേണ്ട ദിവസവും നശിക്കുന്ന സെല്ലുകളുണ്ട്. ഓരോ ദിവസവും പുതിയതായി ഉണ്ടാകുന്ന കോശങ്ങളുണ്ട്. വല്ലാഹുൽ ഖാലിഖ്, ഖാലിഖ് വിശദീകരിക്കുന്നിടത്ത് തഫ്സീറുകളിൽ കാണാം, റബ്ബ് തആല ഒരിക്കൽ പടച്ചു നിർത്തിയതല്ല, അവന്റെ മരണം വരെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സെല്ലുകൾ ഉണ്ടാക്കിയിട്ട് നശിക്കേണ്ടത് നശിപ്പിച്ചിട്ട് അള്ളാഹു പടച്ചുകൊണ്ടേയിരിക്കുന്നവനാണ്. ഓരോ ശരീരത്തിലും പല പല പടപ്പുകളും മാറ്റി മാറ്റി പടച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അവനാണ് ഖാലിഖ്. അത് പടക്കാതെ പോയാൽ, നശിക്കേണ്ടത് നശിക്കാതെ പോയാൽ പിന്നെ അവന്റെ പേര് ക്യാൻസർ രോഗി എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹു തആല നൽകിയ കോടാനുകോടി നിയമത്തുകളാണ്. ആ നിയമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ അവകൾ നഷ്ടപ്പെട്ടാൽ പിന്നെ സൗന്ദര്യമില്ല, പിന്നെ സമാധാനമില്ല, പിന്നെ ടെൻഷനാണ്, വിഷമമാണ്, ബുദ്ധിമുട്ടാണ്, സങ്കടമാണ്, കരച്ചിലാണ്, ദുആയാണ്, നേർച്ചയാണ്, സ്വലാത്താണ്, സിയാറത്താണ്. ഇപ്പോ മാരകരോഗം പിടിപ്പെടുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ, സങ്കടം വരുമ്പോ അല്ല, നിയമത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഓർത്തുകൊണ്ട് ജീവിക്കുന്നവനാരോ 3 ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണം അതാണ്. സ്വർഗത്തിൽ പോകാനുള്ള 3 കാര്യങ്ങളിൽ ഒന്നതാണ്. ആരോഗ്യവും സമ്പത്തും നിയമത്തും ഉള്ളപ്പോൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിച്ചാൽ അനാരോഗ്യവേളകളിൽ അതിന്റെ പ്രതിഫലം കിട്ടുകയും നന്മകൾ കോരിവാരി കൂട്ടാനുള്ള അവസരമാവുകയും അവന് സ്വർഗത്തിൽ കടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഖാലിഖായ റബ്ബിന് ശുക്ർ ചെയ്യാൻ മറന്നു പോകരുത്. അല്ലാഹ്ക്ക് ശുക്ർ ചെയ്യണം, അല്ലാഹ്ക്ക് നന്ദി ചെയ്യണം. ഫർളുകളെല്ലാം മുറ പോലെ വിട്ടണം. നിസ്കാരം, ഫർള് നിസ്കാരങ്ങൾ സമയത്തെ തൊട്ട് പിന്തിക്കാതെ കഴിവിന്റെ പരമാവധി. റമളാനൊക്കെ വരാൻ പോകുന്നു. ഉമ്മമാരെ, രക്ഷിതാക്കളെ, നിസ്കാരം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എത്ര ഉറുക്കേട്ടിയിട്ടും കാര്യമില്ല, എത്ര മന്ത്രിച്ചിട്ടും കാര്യമില്ല, എത്ര മുട്ട ഒഴിഞ്ഞിട്ടും കാര്യമില്ല, തേങ്ങ ഒഴിഞ്ഞിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിസ്കാരം ഒരു മനുഷ്യന്റെ കാവലാണ്. നിസ്കാരം റബ്ബിനുള്ള ശുക്റാണ്. നിസ്കാരം ആ സമയത്ത് കൊണ്ട് നടക്കാതെ പോയാൽ ബുദ്ധിമുട്ടുള്ള ജീവിതം നൽകുന്നവൻ അല്ലാഹുവാൻ. നിസ്കാരം ഒഴിവാക്കിയാൽ, അല്ലാഹുവിന്റെ ദിക്ർ ഒഴിവാക്കിയാൽ അവൻ അല്ലാഹു തആല ജീവിതത്തിൽ ഇടങ്ങേറ് നൽകുകയാണ്. ഫർളുകളെല്ലാം മുറ പോലെ വിട്ടണം. നോമ്പാണ്, റമളാനാണ് വരാൻ പോകുന്നത്. പരിശുദ്ധ റമളാനാണ്. അല്ലാഹു ആദരിച്ച മാസമാണ്. ലൈലത്തുൽ ഖദറുള്ള മാസമാണ്. ചിലയിടങ്ങളിലൊക്കെ നോമ്പ് കക്കുന്ന ആളുകളുണ്ട്. ഈ നാട്ടിലൊന്നും അങ്ങനെ നല്ലൊരു തലമറച്ച യുവാക്കളാണ്, തലമറച്ച മനുഷ്യന്മാരാണ്. ഒക്കെ നല്ല നല്ല കാണുമ്പോൾ വളരെ നല്ല മനോഹരമായ കാഴ്ചപ്പാടാണ്. അല്ലാഹു ഈ നാട്ടിൽ ഈ ജമാഅത്തിന് നീ ഖൈർ നൽകണമല്ലാ. റമളാൻ മാസമാണ്. അസ്സൗമു ലീ, നോമ്പെനിക്ക്, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനെന്ന് പറയാൻ ആർക്ക് നോമ്പുണ്ടെന്നും ആർക്ക് നോമ്പില്ലെന്നും എല്ലാം അറിയുന്ന റബ്ബ് തആല അല്ലാഹ്ക്ക് വേണ്ടി നോമ്പെടുക്കുന്നവരാകണം. നോമ്പിന്റെ പുണ്യം ചെറുതല്ല, വലിയ വലിയ പ്രതിഫലങ്ങൾ ഉള്ള ഒന്നാണ്. അത്താഴം സുന്നത്തായത് കുറച്ചെങ്കിലും കഴിക്കണം. നോമ്പ് തുറയോ അത്താഴം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ബാങ്കാകുന്നത് വരെ കാത്തിരിക്കേണ്ടവരല്ല നമ്മള്. ബാങ്കായ മുട്ടിയാ പോലും ചില ആളുണ്ട് അല്ലെ. മൈസൂറിന്റെ 2-3 അടിക്കുന്ന ആള് ബാങ്ക്, ഈ മുട്ടുന്നതിന്റെയും ബാങ്കിന്റെ ഇടയിൽ
കണക്കും കഴിയൊന്നുമില്ല. ചില ആള് നോമ്പെല്ലാം കഴിഞ്ഞ് പെരുന്നാൻ്റെ നല്ല തടിച്ചിട്ട് ഉഷാറായിട്ട് എന്ത് 10 കിലോ കൂടി ഉസ്താദ് റമദാൻ മാസത്തിൽ. എന്തേ വേറെ പണിയൊന്നുമില്ല, തിന്നുന്നു ഉറങ്ങുന്നു വേറെ പണിയുണ്ടോ? അല്ല, ഭക്ഷണം കുറക്കേണ്ട മാസമാണ്, ലഘുഭക്ഷണമാക്കേണ്ടവരാണ് മുസൽമാൻ എപ്പോഴും. പക്ഷേ റമദാനായാൽ കൂടുതലും ഭക്ഷണം കുറക്കേണ്ടവരാകണം നമ്മള്. ചില വിദേഹത്തുകാരൊക്കെ പറയുന്നത് കാണാം, ബാങ്കായെങ്കിലും അർജന്റാക്കി നിർത്തണ്ട, കൊയച്ചാനെ തിന്നിട്ടല്ല എണിച്ചങ്ങ് മതിയെന്ന്. മുസ്ലിമീങ്ങളിലെ അനാചാരങ്ങൾ എന്നൊരു മലയാള പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു വിദേഹത്തുകാരൻ ഒരാൾ പറഞ്ഞു, ഒരു മുക്കാഘണ്ടക്കാരൻ പറഞ്ഞു, ആവശ്യമല്ല കൈമ്പെണിച്ചങ്ങ് മതിയെന്ന്. അതിന്റെ അർത്ഥം ഒരു ബണ്ടിൽ 50 പിണ്ടി ഇട്ടിട്ട് കുഴച്ചിട്ട് വെച്ചെങ്കിൽ മെലേനെ തിന്നോണ്ട് അല്ലേ. പിണ്ടി എന്നല്ല പറയാൻ കടുമ്പോ എടുത്തിട്ട് കുഴച്ചിട്ടാൽ സമാധാനത്തിൽ തിന്നോണ്ടിക്കാം. 8 മണിയാകുമ്പോൾ എണിച്ചാൽ മതി തേക്കല്ലിട്ടിട്ട് സമാധാനത്തിൽ. അങ്ങനെയൊന്നും അല്ല, ബാങ്കിന് മുമ്പേ നിർത്തണം. ഹദീസില്ലേ? ഹദീസുണ്ട്. ഹറമിൽ 2 ബാങ്ക് ഉണ്ടായിരുന്നു, അറിയാലോ. ഹറമിലെ ആദ്യത്തെ തഹജ്ജുദിന്റെ ബാങ്കാകുമ്പോ സഹാബത്തൊക്കെ അത്താഴം നിർത്താൻ തുടങ്ങി. റസൂലുള്ള പറഞ്ഞ് നിർത്തണ്ട, ആവശ്യം തീർന്നോളൂ, തിന്നോളി. കാരണം സുബഹി ആയിട്ടില്ല, സുബഹിന്റെ ബാങ്കല്ല, തഹജ്ജുദിന്റെ വിളിക്ക്. അതിന് ഇപ്പോൾ പറയുന്ന റസൂലുള്ള പറഞ്ഞ് ബാങ്ക് അങ്ങ് എന്താക്കിയിരുന്ന അർജന്റാക്കിയിട്ട് നിർത്തണ്ട, സമാധാനത്തില്. എന്നിട്ട് അയാൾ ആ ബുക്കിൽ പറയുന്നു, ചില ആള് ബാങ്കാകുമ്പോ ബായിലുള്ളതിനെ തുപ്പുന്ന അനാചാരം നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട്. അത് അനാചാരം, തുപ്പണ്ട, തിന്നോളി വേണ്ടി എത്രയെന്ന്. ഏത് അങ്ങനെ ഉണ്ടാ? ഇപ്പുറത്തെ ഓരോരുത്തന്റെ ബായിൽ എത്ര പിടിക്കുന്നു, കണക്കും കയ്യില്ലാതെ പിടിക്കുന്നു. അതിനൊക്കെ തിന്നാൻ പോയാ. അതാണ് ആലിമീങ്ങൾ, നേതാക്കന്മാർ, സ്വാലിഹീങ്ങൾ. അവരുടെ വാക്കാകണം, വയലാകണം, നസീഹത്താകണം കേൾക്കേണ്ടത്. പഴിച്ചു പോകരുത്. ഏതുമാകട്ടെ, കുറച്ച് നേരത്തെ അവസാനിച്ച് റമളാൻ ബാങ്ക് നല്ല ബാങ്കൊക്കെ മനോഹരമായിട്ട് ബാങ്കിനൊക്കെ ഉത്തരം നൽകി. മാരിഭാകുമ്പോഴും അങ്ങനെ തന്നെ തിരക്കൂട്ടിയിട്ട് തുറക്കാൻ അവസരം കൂട്ടരുത്. നോമ്പ് നോക്കാതെ നോമ്പ് തുറക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഞാൻ കേരളത്തൊരു പള്ളിയിലുണ്ടായിരുന്നു. ആടെ ഒരാൾ എപ്പോഴും വന്നിട്ട് ചോദിക്കും, ഉസ്താദെ ബീഡി വലിച്ചിട്ട് നോമ്പ് തുറന്നെങ്കിൽ നോമ്പ് ശരിയാന്നാണ്. ഞങ്ങൾക്ക് ബീഡി വലിക്കാതെ സദിക്കാൻ കഴിയുന്നില്ല ഉസ്താദ്. അപ്പൊ ഞങ്ങൾക്ക് അർജന്റ് എന്താക്കുന്നത്, അർജന്റ് ബീഡി വലിച്ചിട്ട് ദരാ മക്കളെ മുണ്ടിയങ്ങ് സീരിന് തരല്ല, സീരിന് കെട്ട് കിട്ടല്ല, മുണ്ടിയങ്ങ് കെട്ട് വേണ്ടേ. അയാൾ ചോദിക്കുന്നത്, ബീഡി വലിച്ചിട്ട് നോമ്പ് തുറന്നെങ്കിൽ നോമ്പ് ശരിയാവും ഉസ്താദേ. എന്ത് അല്ല, എനിക്ക് ബീഡി വലിക്കാതെ സഹിക്കുന്നില്ല. ഞാനോട് ശരിയാവും. അപ്പൊ പള്ളിക്കും വരുന്നില്ല നോമ്പുറക്കാൻ, കയ്യിൽ ബീഡി ഉണ്ടാന്നു. അപ്പോളെ വെള്ളം കുടിക്കുന്ന പോയിട്ട് ബീഡി വലിക്കുന്നു. ചിലപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദ് ഇന്ന് ഭയങ്കര ക്ഷീണം ഉസ്താദ്, നോമ്പിന് ഇന്നലെ അത്ര ക്ഷീണം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇയാളെ ഞാൻ ബാലക്കാരോടെല്ലാം കേട്ടി, എന്തായാള് നേരിനെ ചെല്ലുന്നതാ അല്ല. അവളിൽ ഉസ്താദ് ഇത്ര വയസ്സായി, 10-62 വയസ്സായി, ഇന്നോളൊരു നോമ്പ് പിടിച്ച മനസ്സനല്ല അയാള്. ക്ഷീണായ ക്ഷീണമല്ല അയാൾക്കാർക്ക്. നോമ്പ് നോക്കിയാക്കില്ല അത്ര ക്ഷീണം. പിന്നെ നോമ്പ് വീട് വിളിച്ചിട്ട് നോമ്പ് തുറക്കണം, നോമ്പ് നോക്കിയ ആൾക്കാർ ബേജാറില്ല. നോമ്പ് നോക്കാത്തവനാണ് മസലയും കേട്ടുകൊണ്ട് വരുന്നത്. നോമ്പിൽ നോമ്പ് നോക്കുന്ന ആളെ പോലെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ രൂപത്തിൽ നമ്മൾ ആരും ആയിപ്പോകരുത്. പെണ്ണുങ്ങളിലുണ്ട്, അത്തായം വയ്ക്കൂ, പർച്ചേസിന് പോയിട്ട് ഈത്തപ്പഴം വെള്ളം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഇടല അങ്ങനല്ലേ, കാലത്തെ പോയെങ്കിൽ പാതിരാക്കല്ലേ വരുന്നത് പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട്. ഇടങ്ങനെ ഉണ്ടാവില്ല, നല്ല മനുഷ്യന്മാർ. ഈത്തപ്പഴം വെള്ളം കൊണ്ടുവന്നേ ഇതിനെ പോയിട്ട് അപ്പുറം കൊണ്ടിട്ട് അവിടെ ഈത്തപ്പഴം തിന്നിട്ട് വെള്ളം കുടിച്ചിട്ട് വരുമ്പോൾ ഐസ്ക്രീം എല്ലാം തിന്നിട്ട്. പെണ്ണുങ്ങൾ അവരാർക്കും ഗലാട്ടാക്കാൻ പറ്റില്ല. എപ്പോഴും നോമ്പുണ്ടെന്ന് ചോദിക്കാൻ പറ്റുമോ, നോക്കാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ, ഒന്നും പറ്റില്ലല്ല. അതിന്റെ പർച്ചേസിന്റെ പേരും പറഞ്ഞു നോമ്പ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഫർലാക്കിയ നോമ്പ് മനോഹരമായി നല്ല റാഹത്തോടെ പിടിച്ച്, നല്ല വിശ്വാസത്തോടെ പിടിച്ചു നോക്കുന്നവരാകണം. ചില പെണ്ണുങ്ങളൊക്കെ നോമ്പ് നോക്കാതെ മുദ്ദ് മാത്രം കൊടുത്ത് വീട്ടുന്നവരുണ്ട്. ആരോഗ്യമുള്ളവർ, അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് നോമ്പ് മുറിച്ച ആളുകളൊക്കെ മുദ്ദ് കൊടുത്താ പോരാ, കൊല്ലങ്ങൾ കഴിയുമ്പോ നോമ്പ് കളാ വീട്ടലോടുകൂടെ കൊടുക്കേണ്ട മുദ്ദ്. തെറ്റിദ്ധാരണ വരാതെ കാത്ത് സൂക്ഷിക്കേണ്ടവരാണ്. സക്കാത്തോ അല്ലാഹു തആല നമുക്ക് തന്ന സമ്പത്തിൽ നിന്ന് കൊടുക്കേണ്ട സക്കാത്ത് മുറ പോലെ സക്കാത്ത് കൊടുക്കാതെ വീട്ടാതെ ബാക്കിയായി പോയാൽ, യൂസുഫുൽ ഫിദിയാനി തങ്ങള്, അബൂ സിനാന് തങ്ങള്, അവരൊക്കെ വളരെ നീണ്ട ചരിത്രമാണ്. ഏതുമാകട്ടെ, സക്കാത്ത് കൊടുക്കാതെ നിസ്കരിച്ചു കൊണ്ടിരുന്ന ആള്, നോമ്പ് നോറ്റിരുന്ന ആള്, സക്കാത്ത് മാത്രം കൊടുക്കാതെ ബാക്കിയായതിന്റെ പേരിൽ 6 അടി മണ്ണാകുന്ന ഖബറിലെത്തിയപ്പോ, ഖബറിൽ നരകത്തിന്റെ ചങ്ങലകളെ കൊണ്ട് ബന്ധിക്കപ്പെട്ട് ഖബറിൽ തീനാളങ്ങളെ കൊണ്ട് ശിക്ഷിക്കപ്പെട്ട രംഗം വിശാലമായിട്ട് ഇമാം ഖുർത്തുബി തങ്ങളുടെ തദ്കിറയിലൊക്കെ സംഭവം വളരെ വിശദമായിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാം വീട്ടുന്നവരാകണം നമ്മള്. കയ്യിലുള്ള സമ്പത്ത് സദഖയായിട്ടും സക്കാത്ത് കൊടുക്കേണ്ടത് സക്കാത്തായിട്ടും വീട്ടാറ്. പണമുള്ളവൻ 1 റക്അത്ത് നിസ്കരിച്ചത് കൊണ്ടായില്ല. പണമുള്ളവൻ അവന്റെ ഹക്ക് വിട്ടാട് റബ്ബിലേക്ക് പോയാൽ
കടം കൊടുക്കേണ്ടവന്റെ കടം കൊടുക്കാതെ പോയാൽ, ഹക്കടപാട് വീട്ടാതെ പോയാൽ, കുടുംബക്കാർക്ക് കൊടുക്കേണ്ട ഓഹരി കൊടുക്കാതെ പോയാൽ, പറമ്പ് ജാസ്തി കൂടുതലായിട്ട് മോഷ്ടിച്ചെടുത്തിട്ട് കുടുംബക്കാരുടെ ഹക്ക് കൊടുക്കാതെ പോയാൽ, എല്ലാത്തിനും നാളെ റബ്ബിന്റെ മുന്നിൽ കൈകെട്ടിയിട്ട് ഉത്തരം പറഞ്ഞിട്ടല്ലാതെ, എല്ലാത്തിന്റെയും ശിക്ഷ തീർന്നിട്ടല്ലാതെ സ്വർഗം കാണാൻ കഴിയില്ല. മുഹമ്മദ് എന്നോ അബൂബക്കർ എന്നോ ഉമർ എന്നോ പേരുള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല. അതുകൊണ്ട് ഫർളുകൾ പൂർണ്ണമായി വീട്ടുന്നവരാകണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം സ്നേഹിക്കുന്നവരാകണം. ഹബീബ് തങ്ങൾക്ക് സ്വലാത്തുകൾ ധാരാളം ചൊല്ലുന്നവരാകണം. സ്വലാത്തുകൾ ചൊല്ലിയാൽ വലിയ മഹത്വമാണ്, വലിയ ഫളലാണ്, വലിയ അനുഗ്രഹമാണ്. ഹബീബ് തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് പോലെ അത്രയും വലിയൊരു അമല് അല്ലാഹു തആല പടച്ചിട്ടേ ഇല്ല. ഫർളുകൾ പലതും നഷ്ടപ്പെടാനിടയുണ്ട്. വരി ഉസ്താദ് ഇങ്ങോട്ട് വരി, വരി. ഉസ്താദ്മാർ അല്ലാഹു തആല നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇരിക്കി. മെല്ലെ ആ ഗ്യാപ്പിൽ കുറച്ചാൾ മെല്ലെ പാസ്സായി. ബഹുമാനിച്ചിട്ട് എണിച്ചിട്ടൊരു പോക്കു കണ്ട വരും. ഒരു മൂത്രിക്കാൻ പോയതായിരിക്കും അല്ലേ? ചില അങ്ങനെ ഉണ്ട്. മീറ്റിങ്ങിന്റെ ഇടയിൽ ഓളോട് ചേർന്ന് വൈഫിനോട് ഒന്ന് മിസ് കോൾ ആക്കുന്നു. ഓള് മിസ് കോൾ ആക്കും. ഒരു മിനിറ്റ് എടുത്തോണ്ട് ഒരേ പോക്കും. അതിന്റെ ഒടുക്കത്തിന്റെ ഒരു മിനിറ്റ്. പിന്നെ ബയ്യൊക്കെ വരുന്നല്ലോ. ഇതുപോലെ ചില ആൾ വയലിന്റെ എന്നെ ഒരു ചാൻസ് കിട്ടി എണിക്കാനൊരു ഗ്യാപ്പ് കിട്ടി എണിച്ച് അല്ല ബഹുമാനിച്ചിട്ട് ഉസ്താദ്മാരെ ബഹുമാനിച്ചിട്ട് എണിച്ച് ഞാൻ ഇരിക്കുന്നു പറയട്ടെ. അപ്പോൾ എനിക്കറിയൂ ഇങ്ങനെ ഉസ്താദ്മാർ വിചാരിക്കാൻ പാടില്ലല്ലോ ഞങ്ങളെ കാണുമ്പോൾ എണിച്ചത് ഉസ്താദിനെ ആയിട്ടില്ല. അതിനോട് ഞാനൊന്നും മിണ്ടാത്തില്ല. അടനെ ഇരുത്തട്ടി നിങ്ങൾ എനിക്കറിയാം എണിച്ചാൽ ഒരു 5-8 മെല്ലെ ഇരുന്ന് എസ്കേപ്പ് ആകുന്ന ഒരു പരിപാടി എല്ലായിടത്തും ഇടുന്നല്ല, എല്ലായിടത്തും ഉണ്ട്. ഒരവസരത്തിനും വേണ്ടി കാക്കുന്നെന്നെല്ലാം പറയുന്നില്ലേ. അല്ലാഹു തആല ഒരുപാട് നന്മകൾ ചെയ്യാൻ, പെട്ടെന്ന് സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ഒരാൾക്കും വിധിച്ചു കൊടുക്കപ്പെടാത്ത റബ്ബ് തആല സ്വീകരിക്കുന്ന, ശുദ്ധിയോടെയും അശുദ്ധിയോടെയും ചൊല്ലാൻ പറ്റുന്ന, ഇഖ്ലാസോടെയും അല്ലാതെയും ചെയ്യാൻ പറ്റുന്ന വലിയ അമലാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. അതുപോലെ ഫർളുകളെ പറ്റി പറഞ്ഞല്ലോ. സുന്നത്തുകളെല്ലാം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാകണം മുസ്ലിമാകാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ അത് തള്ളപ്പെടേണ്ടതല്ല. ചില ആളൊക്കെ പറയലുണ്ട് സുന്നത്തല്ലേ ഉസ്താദേ. സുന്നത്തല്ലേ എന്നല്ല, സുന്നത്താണോ? ബഹുമാനമുണ്ട്, ആദരവുണ്ട്. സുന്നത്തുകളെ കൊണ്ടാണ് ഔലിയാക്കളായത്. സുന്നത്തുകളെ കൊണ്ടാണ് മഹാന്മാരായത്. സുന്നത്തുകളെ കൊണ്ടാണ് സകല ആളുകളും സ്വർഗത്തിൽ പോയത്. ഷേഖ് അബൂബക്കർ തങ്ങളവരുകളോട് സ്വർഗത്തിലെത്തിപ്പെട്ട സ്വപ്നം കണ്ട ശിഷ്യഗണങ്ങൾ ചോദിക്കുകയാ, അല്ലുസ്താദേ എങ്ങനെയുണ്ട്? ബഹുമാനപ്പെട്ടവരുടെ മറുപടി, എന്റെ കിതാബ് കൊണ്ടോ, എന്റെ വഅദ് കൊണ്ടോ, എന്റെ നസീഹത്ത് കൊണ്ടോ, എന്റെ അമല് കൊണ്ടോ അല്ലാഹുവോട് ഞാനെല്ലാം പറഞ്ഞു. അല്ലാഹു തആല ചോദിക്കുന്നു, അബൂബക്കറെ എന്തുകൊണ്ടാ ഞാൻ നിങ്ങൾക്ക് ഈ സ്വർഗീയ മണിമാളിക തന്നത്? ബഹുമാനപ്പെട്ടവരുടെ മറുപടി ഓരോന്ന് ഹജ്ജ് കൊണ്ട്, ഉംറ കൊണ്ട്, നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, എന്റെ എല്ലാ ഓരോന്നും പറഞ്ഞു. അല്ലാഹു പറഞ്ഞു, അല്ല ഒന്നുമല്ല, ഒരു അമല് കൊണ്ടുമല്ല. പിന്നെന്തുകൊണ്ടാണ്? ബഗ്ദാദിന്റെ ഓരത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു തണുത്ത് വിറക്കുന്ന പൂച്ചയെ കണ്ടിട്ട് ആ പൂച്ചയെ കൊണ്ടുപോയി ആരാണ്? വലിയ മഹാനാണ്, സൂഫി വര്യറാണ്, ആലിമാണ്, വലിയ ആബിദാണ്. പൂച്ചയെ കൊണ്ടുപോയി വളരെ വൃത്തിയോടെ സൂക്ഷിച്ച് തട്ടം കൊണ്ട് പൊതിഞ്ഞു കൊണ്ടുപോയി തോർത്തി അതിന് ഭക്ഷണം കൊടുത്ത് അതിന്റെ പേരിൽ ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്തതുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, എന്റെ ജീവിയോട് നീ കാട്ടിയ കാരുണ്യമില്ലേ, ആ കാരുണ്യം കൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ കരുണ ചെയ്യുന്നു. ആരുടേതാണിത്? ഒരു തമ്മാടിയായ മനുഷ്യന്റെ കഥയല്ല, ഒരു ദുഷ്പ്രവർത്തനങ്ങളുള്ള ആളുടെ സ്റ്റോറിയല്ല. പിന്നെ കിതാബുകൾ എഴുതിയ ലോകമറിയപ്പെട്ട മഹാനുഭാവന്റെ ജീവിതത്തിന്റെ കഥകളാ. എന്റെ അല്ലാഹു തആല ആ വലിയ പണ്ഡിതന് സ്വർഗം കൊടുത്തത് കിതാബ് കൊണ്ടല്ല, വഅദ് കൊണ്ടല്ല, നിസ്കാരം കൊണ്ടല്ല. തണുത്ത് വറക്കുന്ന ഒരു പൂച്ചയോട് ആ മഹാനുഭാവൻ ചെയ്ത കാരുണ്യത്തിന്റെ കാരണം കൊണ്ട്
ഖാലിഖായ റബ്ബ് തആല അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവരോട് കരുണ ചെയ്യുകയാണ്. അതാണ് സുന്നത്തുകൾ ജീവിതത്തിൽ ധാരാളം കൊണ്ടു നടക്കണം. ഇനിയിപ്പോ നാളെ മുതൽ കണ്ട പൂച്ചനെല്ലാം പൊരക്കൊണ്ടോണം സ്വർഗം കിട്ടുന്നല്ല. അങ്ങനെ ഉണ്ടല്ലോ ചില ആള്. ഉസ്താദ് പറഞ്ഞു പൂച്ചനെ പെണ്ണുങ്ങൾക്ക് ഭാര്യ ഗോസിപ്പോ ഇല്ലെങ്കിൽ തന്നെ പൂച്ചയില് പൊരല് സതിക്കുന്നില്ല അല്ലെ? ഇവിടെ ഉണ്ടാ പൂച്ചലുണ്ടാ? ഉണ്ടല്ല അല്ലെ? 1 2 ഓരോത്തിക്കും ഓരോരു പൂച്ച പെണ്ണുള്ളവർക്ക് ഇപ്പൊ പൊരയില് നല്ല നല്ല പൈസ എല്ലാം കൊടുത്തിട്ട് പോറ്റിക്കോളി. പ്രശ്നമൊന്നുമല്ല, ജാഗ്രത ആയിക്കോളി. കടിച്ചാൽ വലിയ മുസീബത്താണ്. അതൊക്കെ ഡോക്ടർമാരൊക്കെ കാണിച്ചിട്ട് വേണ്ട പോലെ ചെറിയ മക്കളൊക്കെ പൂച്ചയോടൊക്കെ കളിക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പണ്ട് ഇപ്പൊ അങ്ങനല്ലേ ചെയ്ത പറഞ്ഞെങ്കിൽ പണ്ടൊരു ഉസ്താദ് ദീനില്ലാത്തൊരു നാട്ടിലേക്ക് ഒരു ദീനാക്കാൻ വേണ്ടി പോയി ഉസ്താദ് പറഞ്ഞാല ഞാൻ ആക്കിയ പോലെ തന്നെ നിങ്ങൾ ആക്കിയും കായിന്ന്. ഉസ്താദ് ഒലോടുത്ത് ഒലോടുത്ത്. പണ്ടത്തെ പള്ളി ഇപ്പത്തെ പള്ളിയെല്ലാം ലേറ്റസ്റ്റ് കാണുമ്പോഴേ എല്ലാ പള്ളിയും അങ്ങനെ ആയിപ്പോയി. കാണുമ്പോന്നല്ലേ ടൈൽസിലെല്ലാം അടിയിൽ കാണുന്നു നിസ്കരിക്കുമ്പോ. എന്തിട്ടേന്നു അതിന്റെ ഉള്ളിൽ അതിന്റെ അപ്പുറത്തെല്ലാം കാണും. അങ്ങനത്തെ 1.5 ഇറ്റാലിയൻ മാർബിളെല്ലാം ഇട്ടിട്ട് ഒരു ഉഷാറാർ. പിന്നെ നിസ്കരിക്കുമ്പോൾ തൊണ്ടന്മാരെങ്കിലും കുത്ത നിൽക്കുന്നത്. കാരണം എതിരിൽ കാണുന്നത് നല്ല ഗ്ലാസ്സിൽ മറ്റേ ടൈൽസിലെല്ലാം അങ്ങനെ ബഗ്ഗിട്ട് കണ്ടെങ്കിൽ ഏസിക്കല്ലേ കുത്താ നാടക്കെത്തുമ്പോ. അങ്ങനത്തെ പള്ളിയാണ് പണ്ടത്തെ പഴയകാല പള്ളികൾ അല്ലെ. പള്ളിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കുനിഞ്ഞോണ്ട് പോകുന്ന ഒരു ഭയഭക്തിയുള്ള ആ ഒരു ഇഖ്ലാസുള്ള ആ ഒരു തഖ്വ അല്ലെ. ആ കേറുമ്പം തന്നെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഫീലാണ്. അങ്ങനെ ഉസ്താദ് പോയി. ഉസ്താദ് നമ്മളെ പോലെ കുറച്ച് ഹൈറ്റുള്ള മനുഷ്യനായിരുന്നു. അയാൾ നേരെ ഒലോടുത്തിട്ട് പോകുമ്പോ ഇയാളെ തലക്കെന്തടിച്ച് ദാരം തടിച്ച് അടിച്ചപ്പോ പൊട്ടി ചോര വന്ന് ഇയാള് കൈ വെച്ചോണ്ട് ഇപ്പുറത്തല വന്ന് ചോര കഴുകണല്ലോ നിസ്കരിക്കാൻ. പിന്നിന്ന് വന്ന ആളല്ലോ മുട്ടുന്നാളെല്ലാം മുട്ടിച്ചിട്ട് ചോര വരുത്തിച്ച്, മുട്ടാത്ത ആള് തുള്ളിയിട്ട് മുട്ടിച്ചിട്ട് എന്താക്കി തല പൊട്ടിച്ചിട്ട് ചോര വരുത്തിച്ച്. അങ്ങനെ അല്ലെ എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല. പൂച്ച കൊണ്ട് അബൂബക്കർ ശൈഖ് തങ്ങൾ ഒരു സ്വർഗത്തിൽ പോയി എന്നറിഞ്ഞിട്ട് കുറെ പൂച്ചനെ വളർത്തിയാലൊക്കെ സ്വർഗത്തിൽ പോകുന്നല്ല. യാതൊന്നിനെയും ചെറുതായി കാണരുത്. സുന്നത്തുകൾ നന്മകൾ എല്ലാത്തിനെയും അതാതിന്റെ ബഹുമാനത്തോടുകൂടെ കാണാൻ കഴിയണം. സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഏറ്റവും വലിയ മഹബത്ത് അവിടത്തെ സുന്നത്ത് കൊണ്ടു നടക്കലാണ്. അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് താടിയായിരുന്നു, മീശ ചുണ്ടിന് മുകളിൽ മൊട്ടിച്ചുരുക്കുകയായിരുന്നു. മുസ്ലിമായ എല്ലാ ആണുങ്ങളുടെയും പ്രായപൂർത്തിയെത്തിയവർ താടിയും മീശയും ഉള്ളവർ ഇസ്സത്താണ്. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം താടി ബഹുമാനമാണ്. താടി ക്ലീൻ ഷേവ് ചെയ്യുക അതൊക്കെ എല്ലാ 2 ദിവസത്തിലൊരിക്കൽ വടിച്ച് വൃത്തിയാക്കിയിട്ട് മൊഞ്ചനാവുക. അള്ളാന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടുവോ? ഖബറിലെത്തിയ പ്രവാചക പ്രഭു തിരിഞ്ഞു നോക്കുവോ? അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടമല്ല. അല്ലസ്താരെ പെണ്ണുങ്ങൾ പറയുന്ന അങ്ങനെ കേൾക്കുന്ന പെണ്ണുങ്ങൾ മതി നമുക്ക്. നമ്മ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നവർ വേണ്ട. അല്ലസ്താരെ താടി വെച്ച ബസ്സന്മാരെ പോലെ തോന്നിക്കുന്നു. എന്റെ ഇച്ചാന എന്റെ അനിയനാന്ന് ചോദിക്കുന്നു അല്ലെ. ബസ്സായി ബസ് വലിച്ചെന്ന് പറയുന്നു. വയസ്സ് വലിച്ചാലും വലിച്ചില്ലെങ്കിലും സമയമായാലേ അസ്രായിൽ പിടിക്കുള്ളൂ. അസ്രായിൽ താടിയും മുടിയും നോക്കിയിട്ട് കൊണ്ടുപോകുന്നയാളല്ല. അതുകൊണ്ട് സുന്നത്തായ താടി വളർത്താൻ ആണുങ്ങൾ നല്ലോണം മനസ്സ് കാട്ടണം. പെണ്ണുങ്ങൾ അതിനോട് സപ്പോർട്ട് ചെയ്യണം. കുറച്ചെങ്കിലും നമ്മുടെ മുഖത്ത് താടിയുണ്ടാകണം. ഇത് മുസ്ലിമിന്റെ ലക്ഷണമാണ്. മീശ ചുണ്ടിന് താഴെ കമ്മറ്റിക്കാരന്റേതും ഉണ്ടാവരുത്, ആചാരുടേതും ഉണ്ടാകരുത്, നാട്ടുകാരുടേതും ഉണ്ടാവരുത്. എന്റെ അള്ളാന്റെ റസൂലിന് അത് ഇഷ്ടമല്ല. അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നത് ചുണ്ടിന് മുകളിൽ മീശ വെട്ടലാണ്. ആ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുന്ന പോലത്തിലാകണം നമ്മുടെ മക്കൾ. നമ്മുടെ മക്കളുടെ തലമുടിയുടെ വെട്ടൽ. ഉസ്താദന്മാരെത്ര പേടിപ്പിച്ചാലും തിരിച്ചു ഉസ്താദന്മാരെ ആക്ഷേപിക്കുന്നവർ, അയാൾക്ക് അഹങ്കാരം കൂടുന്നുണ്ടെന്ന് പറയുന്നവർ, നമ്മുടെ ചോറ് തിന്നിട്ട് ശമ്പളം വാങ്ങിയിട്ട് നമ്മളെ മക്കളെ തന്നെ പേടിപ്പിക്കുന്നുവെന്ന് പറയുന്നവർ, മക്കളെ മോഡലാക്കാൻ വേണ്ടിയിട്ട് പല പേക്കൂത്തുകളും കാട്ടിയിട്ട് മുടിവെട്ടുന്നവർ, ഉസ്താദന്മാർക്ക് അവരുടെ ദൗത്യം നിർവഹിക്കാമെന്നല്ലാതെ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം. നിങ്ങളുടെ മക്കളാണ്. റബ്ബനാ നാളെ മഹ്ശറയിലെത്തുമ്പോ റബ്ബിനെ വിളിച്ചുകൊണ്ട് എന്റെ ഉമ്മ എവിടെ, എന്റെ ഉപ്പ എവിടെ, എന്നെ ഇതുപോലെ മുടിവെട്ടിച്ചവരെവിടെ, പിടിച്ചു വലിച്ച് ചവിട്ടി വരച്ചിട്ട് അവരെ നരകത്തിലെറിയാൻ റബ്ബിനോട് തിരിച്ചുത്തരം പറയുന്ന മക്കളായാൽ, ശാപത്തിന്റെ മക്കളായ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ച പോലെ മുടിവെട്ടുക. അള്ളാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ വിലക്കിയിട്ടുണ്ട്.
എന്താ ഖസ്? മുടി ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്യുക, സൈഡിൽ മുടി കുറക്കുക, ഒരിടത്ത് മുടി കുറക്കുക, ഒരിടത്ത് മുടി ജാസ്തിയാക്കുക എന്നുള്ള സമ്പ്രദായം മുസ്ലിമിന്റെ വേഷവിധാനമല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കോലമല്ല, അള്ളാഹുവിന്റെ റസൂല് വെറുത്ത, അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ച കോലമാണ്. നമ്മുടെ മക്കൾ സാലിഹീങ്ങളാകണം അല്ലേ? ആഗ്രഹമില്ലേ എല്ലാവർക്കും? മക്കൾ നല്ലവരാകണം കൊതിയില്ലേ നമുക്ക്? നമ്മുടെ ആൺമക്കൾ ഉപ്പാനെ നോക്കുന്ന മക്കളാകണമെന്ന് കൊതിയില്ലേ? കൊതിയുണ്ടോ? നല്ല നിലക്ക് മുടി വെട്ടിച്ചോ, നല്ല വേഷവിധാനങ്ങൾ അണിയിച്ചു കൊടുത്തോ, നല്ല സമ്പ്രദായങ്ങൾ അവരിലൂടെ ഉണ്ടായി വരട്ടെ. അതുകൊണ്ട് സുന്നത്തുകളെല്ലാം ആണുങ്ങളൊക്കെ വെള്ളവസ്ത്രം ധരിക്കണം ധാരാളം. വൈറ്റ് ഡ്രസ്സിന് ഇസ്ലാമിൽ മഹത്വമുണ്ട്. ആണും പെണ്ണും ഇന്ന് നിസ്കാര കുപ്പായം പോലും കളറുകളായി മാറിയില്ലയോ? പെണ്ണുങ്ങളുടെ നിസ്കാര കുപ്പായൊക്കെ പൂകളായി, ഡിസൈനായി, അതും മോഡലായി അല്ല. വെള്ളക്കുള്ള ബഹുമാനം, വൈറ്റ് ഡ്രസ്സിനുള്ള ആ ഒരു ബഹുമാനം. ഇന്ന് കളർ തെറാപ്പികളുണ്ട്, ചികിത്സയുണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്. കളറുകളെ കൊണ്ടുള്ള ചികിത്സകൾ ഇന്ന് വ്യാപകമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. കളറുകളെ കൊണ്ടുള്ള ചികിത്സകളാണ് ഏറ്റവും വലിയ ഫലപ്പെടുന്ന കളർ തെറാപ്പി. വൈറ്റ് കളർ കൊണ്ടുള്ള ചികിത്സയാണ്. സമാധാനം കിട്ടാൻ, മനസ്സമാധാനം കിട്ടാൻ, സന്തോഷം കിട്ടാൻ, ആനന്ദം കിട്ടാൻ എല്ലാത്തിനും ധരിക്കേണ്ടത് വെള്ളവസ്ത്രമാണ്. പുതിയാപ്പിളരിക്കുമ്പോ മാത്രല്ല, മയ്യത്ത് കൊണ്ടുപോകുമ്പോ മാത്രല്ല, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെള്ളവസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടുവരുന്നവരാകണം നമ്മള്. പ്രത്യേകം ആണുങ്ങളോട് സൂചിപ്പിക്കുകയാണ്, നമുക്ക് വെള്ളവസ്ത്രം എന്തായാലും മുഅ്മിന്റെ ചിഹ്നമാണത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണത്. നമുക്കൊരുപാട് വെള്ളവസ്ത്രങ്ങൾ ഉണ്ടാകണം, തലമറക്കുന്നവരാകണം. അല്ലാഹുവിന്റെ റസൂല് തലകെട്ട് കെട്ടിയതുണ്ട്, വെള്ള കെട്ടിയതുണ്ട്, കറുപ്പ് കെട്ടിയതുണ്ട്, കലൻസുവ തൊപ്പിവെച്ചതുണ്ട്, ഹദീസിലുണ്ട്. അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ വളരെ വിശാലമായ ചർച്ചയുണ്ട്, പല കിതാബുകളിലുമുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂൽ തൊപ്പിവെച്ചതായ ഹദീസുകളുണ്ട്. തലമറക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ മലക്കിന്റെ ദുആയുണ്ട്, സാലിഹീങ്ങളുടെ ദുആയുണ്ട് അല്ലെ? നിസ്കാരത്തിന് വന്നിട്ട് മുടി ഒന്നുകൂടി ശരിയാക്കിയിട്ട് മൊബൈലും അതുപോലെ കൂടെയുള്ള അനുബന്ധ സാമഗ്രികളൊക്കെ, താക്കോലുകളൊക്കെ വലിച്ചെറിയാണ്. ആർക്ക്? അല്ലേ? പല പണക്കാരുടെ നിസ്കാരത്തിന് വേണ്ടിയുള്ള വരവ്, നിസ്കാരത്തിന് വന്ന ഓന്റെ ഐഫോണ് അല്ലെ, ഓന്റെ ബാക്കിയുള്ള വസ്തുക്കളൊക്കെ അള്ളാന്റെ മുന്നിലേക്ക് കേറി കൊടുക്കുകയാണ്, മുസല്ല കേറി കൊടുക്കുകയാണ്. അതബ് കേടാണ്, അത് അതബല്ല, അത് ബഹുമാനമല്ല, നല്ലതല്ല. സൂക്ഷിക്കണേ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈറ് നൽകണേ അല്ലാ. സുന്നത്തുകൾ ധാരാളം കൊണ്ടു നടക്കണം, സുന്നത്തുകൾ വെളിപ്പെടുത്തരുത്. സുന്നത്തുകൾ കഴിവിന്റെ പരമാവധി രഹസ്യമാക്കുന്നത് രഹസ്യമാക്കണം. തഹജ്ജുദുകൾ രഹസ്യമാക്കണം, ളുഹാ രഹസ്യമാക്കണം, സദഖ രഹസ്യമാക്കണം, രഹസ്യാക്കണം. ആരും കാണാതെ അറിയാതെ ചെയ്യുന്നവരാകണം. 20 കൊല്ലം നോമ്പെടുത്തിട്ട് സ്വന്തം ഭാര്യ പോലും 20 കൊല്ലത്തെ സുന്നത്ത് നോമ്പ് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് മഹാരഥന്മാർ ജീവിച്ചു പോയത്. സദഖയോ ആ മുസാഫിരീങ്ങളുടെ അവരുടെ ബാഗിൽ കെട്ടിവെച്ചിട്ട് ഇത് നിങ്ങൾക്കുള്ള സദഖയാണ്, രാത്രി ഉറങ്ങുമ്പോൾ കൊടുത്തിരുന്ന സദഖയാണ്. നമ്മളോ ഈ ഇടക്കൊരു പള്ളിയിൽ, ഞാൻ ജോലി ചെയ്തിരുന്നൊരു പള്ളിയിൽ വെള്ളിയാഴ്ച മുസല്ലക്കൊരാൾ 10 റുപ്യ ഇട്ട് തിരിച്ചിട്ട് 40 റുപ്യ എടുത്തു. സുബ്ഹാന ജല്ല ജലാലു. കണ്ടാൾ എന്ത് വിചാരിക്കണോ? ഓൻ 50 റുപ്യ ഇട്ടിട്ട് 40 റുപ്യ ഇട്ടെന്നാണ് എടുത്തേന്നല്ലേ. 10 റുപ്യ ഇട്ടിട്ട് 40 റുപ്യ എടുക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. എല്ലാം നന്മകളാകണം ജീവിതത്തിൽ അല്ലെ. ബർക്കത്തിന് വേണ്ടി ചില ആൾ കൊടുക്കുന്ന ഉസ്താദന്മാർ, ഇരിക്കട്ടെ സ്ഥലം ബർക്കത്തിന് പറഞ്ഞിട്ട് ചുരുട്ടിനൊരു കൊടുക്കല്. ബർക്കത്തിന് ഉണ്ടാകുന്നില്ല, അർക്കത്തിന് ഉണ്ടാകുന്നില്ല. അല്ല, ബർക്കത്തിന് അങ്ങനെ കൊടുക്കാൻ നിങ്ങനത്തെ തങ്ങന്മാർ, ഔലിയാക്കന്മാർ അല്ലെ. ഉസ്താദന്മാർക്ക് കൊടുക്കുമ്പോ നിങ്ങൾ അല്ല ഹർക്കത്തിന് തന്നെ കൊടുക്കണം. ശമ്പളം കൊണ്ട് വീടില്ല, പ്രശ്നമല്ല. എല്ലാ സ്ഥലത്തൊക്കെ എന്തെങ്കിലും പറയും, ഉസ്താദ് നിങ്ങൾക്ക് എന്താ ഉസ്താദ്, നിങ്ങൾക്ക് ബർക്കത്തുണ്ടല്ലേ? മുസ്ലിമായിട്ട് ഇസ്സത്തോടെ ജീവിച്ചെങ്കിൽ എല്ലാവർക്കും ഉണ്ട് ബർക്കത്ത്. അത് ഉസ്താദന്മാർക്ക് അല്ലാഹു തആല വേറെ കൊടുത്തതെന്തല്ല. അങ്ങനെ ജീവിച്ചാൽ നല്ല രൂപത്തിൽ ഹലാലായ നല്ല ഭക്ഷണം തിന്ന് അല്ലെ. പിന്നെ മഹാന്മാരൊക്കെ പറഞ്ഞ പോലെ കണ്ണിയത്ത് ഉസ്താദും പറയലുണ്ട്, പള്ളിന്റെ കമ്പൗണ്ട് ഉള്ളിലേക്ക് വരുന്നതില്ല ഹലാൽ എന്ന് വിചാരിച്ചോളുന്നതെന്ന്. വേറെ എന്താക്കല് അല്ലെ? എങ്ങനത്തെ എല്ലാം ഉണ്ടായി നമുക്ക് ഹലാല ആറാമൊക്കെ വേറെ ആക്കി വെക്കാൻ പറ്റുമോ? നമുക്ക് പറ്റൂലല്ലോ. ഏതായാലും അങ്ങനെ തിന്നിട്ട് നിസ്കാരം നിർവഹിച്ചിട്ട് നല്ല വെള്ള വസ്ത്രമൊക്കെ ഇട്ടിട്ട് നിങ്ങളും ജീവിച്ചാൽ, അങ്ങനെ കൂലിപ്പണിയെടുത്താൽ, അങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ചാൽ, അങ്ങനെ എന്ത് ചെയ്താലും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യാതിരിക്കുകയില്ല. അല്ലാഹു ജീവിതത്തിൽ ധാരാളം ബറക്കത്ത് ചെയ്യണേ അല്ലാ.
സുന്നത്ത് കൂടിയാൽ ബറക്കത്ത് കൂടുന്നതാണ്. ധാരാളം സുന്നത്തുകൾ ചെയ്യണം, ധാരാളം ഖുർആൻ ഓതണം, ധാരാളം ദിക്റുകൾ ചൊല്ലണം. അഹ്ലുൽ ഖുർആനിഹും അഹ്ലുല്ലാഹ്. ഖുർആന്റെ ആളുകൾ അള്ളാന്റെ ആളുകളാണ്. ഖുർആനിന്റെ മാസമാണ് വരാൻ പോകുന്നത്. ധാരാളം ഖുർആൻ ഓതണേ. എത്ര സമയം വാട്സപ്പിൽ കളഞ്ഞു, എത്ര ഫേസ്ബുക്കിൽ കഴിഞ്ഞു, എത്ര ട്വിറ്ററിൽ കഴിഞ്ഞു, എത്ര കാലങ്ങൾ, എത്ര സമയങ്ങൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ സോഷ്യൽ മീഡിയകളിൽ കഴിച്ചില്ലേ? അള്ളാന്റെ ഖുർആനിന്റെ മുമ്പില്, പടച്ചോന്റെ ഖുർആനിന്റെ മുമ്പില് എത്ര കൊല്ലമായിട്ടൊരു ഖത്തം തീർത്തിട്ട് അല്ലേ? ചില ആൾ ആവേശത്തിൽ തുടങ്ങും. റമളാൻ 1-ന്, 2-ന്, 3-ന്, 4-ന് 4 ജുസായി, പിന്നെ അഡ്രസ് ഇല്ല, പിന്നെ അടുത്ത കൊല്ലം രണ്ടാമത്. ഓന്റെ ചില ആള് 40 വയസ്സായിട്ട് പോലും ഇന്ന് വരെ ഒരു ഖത്തം തീർക്കാത്തവരുണ്ട്. അല്ലാ, ഖബറിലെത്തുമ്പോ രക്ഷ വേണോ ഖുർആൻ ഓദിക്കോ, ആഖിറത്തിൽ രക്ഷ വേണോ ഖുർആൻ ഓദിക്കോ, നാളെ ശഫാഅത്തിന് ആള് വേണോ ഖുർആൻ ഓദിക്കോ. ധാരാളം ഖുർആൻ ഓതി, ധാരാളം ദിക്റുകൾ ചൊല്ലി, അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട്, റബ്ബിനെ തഖ്വ ചെയ്തുകൊണ്ട്, പടച്ചു പരിപാലിക്കുന്ന റബ്ബിനെ ഓർത്തിട്ട്, ആദരവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ സ്വഭാവം കണ്ടോ? ആ സ്വഭാവ മഹിമയല്ലേ നമുക്ക് വേണ്ടത്? അക്മലുൽ മുഅ്മിനീന ഈമാനൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഏറ്റവും നല്ല മുഅ്മിനാരാണ്? നല്ല സ്വഭാവക്കാരനാ. ഉസ്താദ് എന്നല്ല, തങ്ങളെ എന്നല്ല, പ്രസിഡന്റ് അല്ല, നേതാവല്ല. ഏറ്റവും നല്ല സ്വഭാവക്കാരനാരോ? ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, നാട്ടുകാരോട്, ജോലിക്കാരനോട്, എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നവരാരോ? തമാശ വേണ്ടാണല്ല, തമാശ പറയണ്ടാണല്ല, കുശാലാക്കണ്ടാണല്ല. നമ്മക്കാരെയും വേണമെങ്കിൽ തമാശ പറയാ, കുശാല് നല്ലല്ലേ, കുശാലാക്ക. നമ്മളെ വേറെ ആള് കുശാലാക്കാൻ പാടില്ല. എന്ത് കുശാല്? എന്നെ മര്യാദ എടുക്കുന്ന കുശാല ഞമ്മളെ പറയുമ്പോ ഞമ്മക്ക് എത്ര വേണമെങ്കിൽ പറയാ. പറഞ്ഞു, നീ എന്താ ബീബിയെ ചൂടാന്നേ, ഞാൻ കുശാലാക്കിയല്ലേ. തിരിച്ചു ഓനെ പറഞ്ഞോക്കറോ അങ്ങോട്ട്, അങ്ങനെ തിരിച്ചിട്ട് അപ്പൊ അറിയാം അവന്റെ ചൂട്. അവരുത്, നമ്മൾ ആരെയും കളിയാക്കരുത്, ആരെയും ചെറുതാക്കരുത്, ആരെയും നിസാരപ്പെടുത്തരുത്. ചില പണക്കാരുണ്ട്, പാവപ്പെട്ടവന് കൈനീട്ടാത്തവർ, രോഗികൾക്ക് കൈനീട്ടാത്തവർ, മുസാഫഹത്ത് ചെയ്യാത്തവർ അല്ലേ? പാവപ്പെട്ടവരെ കണ്ടാ വിരൽ കൊടുക്കുന്ന ഹംകീങ്ങള്, കൈ കൊടുത്തൂടാ അവർക്ക്. അവൻ യാചകനാണെന്നും അവൻ പാവപ്പെട്ടവനാണെന്നും നാളെ മഹ്ശറയിലെത്തുമ്പോ ഈ പാവപ്പെട്ടവനില്ലേ, നീ കൈ കൊടുക്കാൻ മടിച്ചവനില്ലേ, നീ നിസാരമാക്കിയവനില്ലേ, കമ്മിറ്റി മീറ്റിംഗ് ഇരിക്കടാ അവിടെ, നീ ആരാണെന്ന് ചോദിച്ചവനില്ലേ, ഇവൻ നാളെ മഹ്ശറയിലെത്തുമ്പോ, നിങ്ങൾ മഹ്ശറയിൽ ബാക്കി നിൽക്കുമ്പോ സ്വർഗത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ ശഫാഅത്ത് ചെയ്തു കൊണ്ടുപോകാൻ അവസരമുള്ളവരാണ് മിസ്കീന്മാർ, അവരാണ് പാവപ്പെട്ടവർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, റഅയ്തുൽ ജന്ന, ഞാൻ സ്വർഗം കണ്ടു, ഫകാന അമ്മതു മൻ ദഖലഹാ, ഞാൻ സ്വർഗത്തിൽ കണ്ട ഹോൾസെയിലായി സ്വർഗത്തിൽ പോകുന്നവരാരാ? അവർ അൽ മസാകീൻ, പാവങ്ങളാ സ്വർഗത്തിൽ പോകുന്നവര്, പണക്കാരല്ല. പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവർ മിസ്കീന്മാരാണ്, പാവപ്പെട്ടവരാ. വീടില്ലാത്തവര്, രോഗമുള്ളവര്, കടം വാങ്ങി ജീവിച്ചവർ, കൂലിക്ക് വേണ്ടി കട്ടോട്ടമോടിയവർ, ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞവർ, അവർ നാളെ സ്വർഗത്തിലേക്ക് ഒറ്റക്കല്ല. അവർ സ്വർഗത്തിലേക്ക് പോകുമ്പോ അവർക്ക് അല്ലാഹു തആല അംബിയാ മുർസലീങ്ങൾക്ക് ശഫാഅത്തിന്റെ അവകാശം കൊടുത്ത പോലെ, അവസരം കൊടുക്കുന്ന പോലെ, മിസ്കീന്മാർ, ഫക്കീറന്മാർ, പാവങ്ങള്, നിങ്ങൾ വിചാരിക്കണ്ട ഇത്ര നിസ്കരിച്ചിട്ടെന്തേ എനിക്കിങ്ങനെ, ഇത്ര സേവനം ചെയ്തിട്ടെന്തേ ഇങ്ങനെ, ഇത്ര ദുആ ചെയ്തിട്ടെന്തേ ഇങ്ങനെ. ഇല്ല, നാളെ മഹ്ശറയിലേക്ക് വേണ്ടി ഖാലിഖായ റബ്ബ് മാറ്റിവെച്ചതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈറിന്റെ വാതിൽ തുറന്നു തരണം അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു കാമണിക്കൂറും കൂടി അപ്പോൾ തങ്ങളെത്തും. ഇൻഷാ അല്ലാഹ് 9:30 എത്തും. ഇൻഷാ അല്ലാഹ് തങ്ങളെത്തുന്നവരെ പറയാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സ്വഭാവം നന്നാക്കുക. എല്ലാരോടും ഞാനാണ് വലിയവൻ എന്നുള്ളൊരു ധാരണ നമുക്കാർക്കും നമ്മുടെ മനസ്സിൽ വന്നു പോകരുത്. പ്രസംഗിക്കുന്നവനാണെങ്കിലും, ഇമാമ നിൽക്കുന്നവരാണെങ്കിലും, പ്രസിഡന്റ് ആണെങ്കിലും, സെക്രട്ടറി ആണെങ്കിലും ആരും വലിയവരല്ല.
ആരും വലുതല്ല. പണമുള്ളത് കൊണ്ടോ പേരുള്ളത് കൊണ്ടോ വാഹനമുള്ളത് കൊണ്ടോ ആരും വലുതാകാൻ പോകുന്നില്ല. സ്വഭാവ മഹിമ. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തമാശയൊക്കെ ഉണ്ടായിട്ടുണ്ട് റസൂലുള്ളാഹ്ക്ക്, പക്ഷേ ആരെയും കളിയാക്കിയിട്ട് നാണം കെടുത്തിയിട്ടില്ല. ഒരു സഹാബി അവര് മുസ്ലിം ആകുന്നതിന് മുമ്പ് മൂപ്പർക്ക് പെണ്ണുങ്ങളുമായിട്ടുള്ള കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര താല്പര്യം. അങ്ങനെ ഉണ്ടല്ല ഒരു സലാത്തല്ല, സ്വലാത്തുല്ലാ ഹബീബില്ലാ. സുന്നത്ത് വെള്ളം കുടിക്കുമ്പോൾ 3 മുറുക്കായിട്ട് കുടിക്കുക. ഒഴിച്ചു കുടിക്കാൻ പാടില്ല. ചൂട് വെള്ളം കുടിക്കരുത്. ഡബിൾ ചൂട്, ത്രിബിൾ ചൂട്. ഫൈനൽ ഹാറ ലാ ബറകത ഫീഹിനാണ്. ചൂടിലെന്തില്ല അല്ലേ? ടിക്കാല നല്ല ചൂടില്ലെങ്കിൽ, ചായല്ല ചൂടില്ലെങ്കിൽ രസമുണ്ടാ. എന്നാലും കഴിവിന്റെ പരമാവധി നല്ല ചൂട് കുടിക്കാതിരിക്കലാണ് ആരോഗ്യത്തിന് നല്ല ചൂടാകുമ്പോൾ അതിന്റെ ബറക്കത്ത് അല്ലാഹു തആല എടുത്തു കളയുന്നു എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളം കുടിക്കുമ്പോൾ മുക്കളായി കുടിക്കണം എന്നാണ്, കുറച്ചായി കുടിക്കണം. വെള്ളം തിന്നണം, ഭക്ഷണം കുടിക്കണം എന്നുള്ളതാണ് ആയുർവേദ തത്വങ്ങളൊക്കെ അങ്ങനെയാണ്. അതായത് ഭക്ഷണം ചവച്ച് പണ്ട് നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ച് ചവച്ചരച്ച് തിന്നണം. ചവച്ച് വെള്ളം പോലെ ആക്കിയിട്ട് കഴിക്കണം ഭക്ഷണം. പിന്നെ വെള്ളം തിന്നണം എന്ന് പറഞ്ഞാൽ വെള്ളം കുറച്ചായി ഇറക്കണം. നല്ലോണം വെള്ളം കുടിക്കണം. കിണറ്റിലെ വെള്ളമാണെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കാം. അല്ലാത്ത പൈപ്പിലെ വെള്ളമൊക്കെ ആണെങ്കിൽ തിളപ്പിച്ച് ആറിച്ച് പിന്നെ കുടിക്കുക എന്നുള്ളതാണ്. നല്ലോണം വെള്ളം കുടിക്കണം. സ്ത്രീകളൊക്കെ വെള്ളം ഒഴിവാക്കരുത്, ഇസ്റാഫ് ചെയ്ത്. ഞാനിപ്പോൾ ചൂടായത് കൊണ്ട് പൂർത്തി കുടിക്കാൻ കഴിഞ്ഞില്ല. ഒരു 2 തുള്ളി 3 തുള്ളിയൊക്കെ ബാക്കിയായി അതിനെ നഷ്ടപ്പെടുത്തിയാൽ മുട്ടുവേദന, നടുവേദന, എല്ലാ കൈകാല് ഗണ്ടുവേദന ഇതൊക്കെ വരാൻ വെള്ളം ഇസ്റാഫ് ചെയ്യുന്നത് മൂലം ഇങ്ങനെയുള്ള രോഗം വരുമെന്ന് തിബിന്റെ കിതാബിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. വെള്ളം ഭൂമിയുടെ രക്തമാണ്. ആ രക്തം പാഴാക്കിയാൽ നമ്മളുടെ രക്തം കുറയാൻ അത് കാരണമാകുന്നു എന്നുള്ളതാണ്. ഇത് അതിലെ കടച്ചില് ഏടെങ്കിലും പോയിട്ട് കണക്ക് വെക്കി നോക്കാം. ഞങ്ങൾക്ക് 4 ദിവസമായി 5 ദിവസമായി എണിക്കാനേ കഴിയുന്നില്ല. കൈ കടയുന്നു, കാല് കടയുന്നു. ഈ വെള്ളം എന്ത് രോഗം വന്നെങ്കിലും പേറപ്പുറത്തെ വരക്കാർക്ക് ഓറ് ചതിയിൽ നമുക്ക് എന്തോ ആക്കീനേ. ഓർക്ക് പറ പണിന്നില്ല. ഓറെ പ്രോബ്ലം തീരാതെ ഈ ദുനിയാവിടി പാഞ്ഞുകൊണ്ട് ഓർക്കാക്കാൻ സമയം വേണ്ടേ? ഓറ് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കാലം ഇപ്പൊ സംശയമാണ്. അള്ളാഹു ഞങ്ങളെല്ലാം നീ ഖൈറിലും റാഹത്തിലുമാക്കണേ അല്ലാഹ്. ഏത് ബുദ്ധിമുട്ടും ഫലിക്കാതിരിക്കാൻ അൽ ബഖറ സൂറത്ത് ആദത്താക്കുക, ജിന്ന് സൂറത്ത് ധാരാളം ഓതുക, വാഖിയ ഓതുക, അങ്ങനെ ധാരാളം നന്മകൾ ചെയ്യുക. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ സുന്നത്ത് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പരക്കിരുന്നിട്ട് പുരയിൽ ഭാര്യ, ഭർത്താവ്, മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കണം. ചാരിയിരുന്ന് കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. സുന്നത്താണ് ഇരുന്നു കൊണ്ട് നിലത്തിരുന്നു കൊണ്ടുള്ള ഭക്ഷണ വിധാനമാകണം. ഭക്ഷണത്തിനോടുള്ള ബഹുമാനം. ഭക്ഷണം വെച്ചിട്ട് നമ്മ പിന്നെ പോയിട്ടിരിക്കലല്ല അതബ്. കിതാബിൽ കാണാം, ആദ്യം നമ്മൾ പോയിരിക്കണം, പിന്നെ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കണം എന്നാണ്. എല്ലാം റെഡിയാക്കിട്ട് വെക്ക്. ഭാര്യയോട് പറയേണ്ടവരല്ല. നമ്മൾ പോയി ഇരുന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടാടും പറഞ്ഞ് തുടങ്ങേണ്ടതാണ്. ഭക്ഷണത്തിനോടുള്ള ബഹുമാനം അങ്ങനെയാ. നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കൽ ആരോഗ്യത്തിന് നല്ലതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് ബറക്കത്താണ്. കുടുംബത്തിൽ ഐശ്വര്യം വേണോ, കുടുംബത്തിൽ ബറക്കത്ത് വേണോ, ഭാര്യയോടുകൂടെ മൊബൈൽ ഒന്ന് മാറ്റിവെക്കുക. ഭർത്താവിന്റെ കൂടെ, ഉമ്മയുടെ കൂടെ, ഉപ്പയുടെ കൂടെ, മക്കളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിലായ നല്ലത്. അതുമല്ലെങ്കിൽ ഒരുമിച്ചിരുന്നിട്ടുള്ള ഭക്ഷണ ശൈലി അങ്ങനെയാകണം ഭക്ഷണം കഴിക്കേണ്ടത്. ഇരുന്നു കൊണ്ടാ വെള്ളം കുടിക്കേണ്ടത്, ഇരുന്നു കൊണ്ടാ ഭക്ഷണം കഴിക്കേണ്ടത്. അത് കല്യാണ പാർട്ടികളിലായാലും യാചിച്ചിട്ട് വാങ്ങുന്ന സംവിധാനം ഇസ്ലാമികമല്ല, ഒരിക്കലുമല്ല, നല്ലതുമല്ല. വലിയ പണക്കാരന്റെ വീട്ടിൽ പോയിട്ട് മുത്തല്ലിമീങ്ങൾ, ഉസ്താദന്മാർ, നേതാക്കന്മാർ, ഹാജിമാർ പ്ലേറ്റും കയ്യിൽ പിടിച്ച് ക്യൂ നിന്നിട്ട് കാത്തു നിന്ന സംവിധാനം നല്ലതല്ല, അതവല്ല, ബഹുമാനമല്ല. ഒരിക്കലും അതിൽ ഖൈറില്ല. അല്ല ഉസ്താദേ, സൗകര്യമില്ല. സൗകര്യമുള്ള ആളെ വിളിച്ചാ പോരെ, നിന്നിട്ട് ഭക്ഷണം കഴിക്കേണ്ടുന്ന അവസ്ഥ. അല്ല, ലൈം ടീ ആണെങ്കിലും പാടില്ല, സ്വീറ്റ് ആണെങ്കിലും പാടില്ല, അത് തട്ടുകടയിൽ നിന്നാണെങ്കിലും പാടില്ല. ഇരുന്നു കൊണ്ടുള്ള ശേഷവിധാനം, ഇരുന്നു കൊണ്ടുള്ള ആ ഒരു ശൈലിയാണ് ഭക്ഷണത്തിൽ ഏറ്റവും
ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസം നിന്നുകൊണ്ട് കുടിച്ചതിനെ പറ്റിയിട്ട് മഹാന്മാര് പറഞ്ഞത് സംസം നിന്നുകൊണ്ട് കുടിക്കണം എന്നുള്ളതല്ല, ജവാസിന്റെ മേലുള്ള അറിയിക്കലാണത്. നിന്നുകൊണ്ട് കുടിക്കൽ ഹറാമല്ല, കുറ്റല്ലാണ് അറിയിക്കാനാ. പക്ഷേ അതവേദ ഇരുന്നു കൊണ്ടുള്ള കുടിയാണ്, ഇരുന്നു കൊണ്ടുള്ള തിന്നലാണ്. അങ്ങനെ എല്ലാത്തിലും സുന്നത്ത്. നമ്മുടെ കല്യാണ വീടുകൾ ഇച്ചക്കിൽ മഹാരിബ് തകുന്നഅബദന്നാസ്, ഹറാമിനെ തൊട്ട് മുക്തമാകണം. കല്യാണ കാര്യങ്ങൾ മൊയിലാഞ്ചിയുടെ പേരിൽ ഹറാമുകൾ, പാട്ടൽ, തുള്ളല്, ചാടല്, അത് ഹാജിയാരുടെ വീട്ടിലാവട്ടെ, നേതാവിന്റെ വീട്ടിലാവട്ടെ, പണമുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ, ആരായാലും അല്ലാഹു പൊരുത്തപ്പെടാത്തതാ, റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ലാത്തതാ. അന്നിക്കാഹു മിൻ സുന്നത്തി, പ്രവാചക പ്രഭുവിന്റെ സുന്നത്തായ നിക്കാഹ്. അതിനു മുമ്പും ഹറാം വേണ്ട, അതിനു ശേഷവും ഹറാം വേണ്ട. നല്ല നാള് വേണോ? നഹ്സുണ്ടാ ഉസ്താദേ? അല്ലേ, നഹ്സ് ചോദിക്കലുണ്ട്, നഹ്സ് നോക്കലുണ്ട്, ഇതൊക്കെയുണ്ട്. കല്യാണത്തിന്റെ തലേന്ന് പാട്ടാണ്, അടിപൊളിക്കുന്ന പാട്ട്, തുള്ളിച്ചാടുന്ന ഡാൻസ്, പുതിയാപ്പിളന്റെ ഡാൻസ്, ഉപ്പാന്റെ ഡാൻസ്, ഉമ്മാന്റെ ഡാൻസ്, പെങ്ങന്മാരുടെ ഡാൻസ്. ഉപ്പാചാരോട് പറഞ്ഞ ഉസ്താദ്, മക്കള് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല,